അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛനില്ലാത്തതിന്റെ പ്രശ്നം ഒരുപാടാ വീട്ടില്. എനിക്ക് വിശന്നിട്ട് പാടില്ല, കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാവിട്ട് കരയും. ഞാൻ അറിയാതെ പോലും ഒരു നമ്പർ എടുത്ത് അത് കടക്കാരായിരിക്കും. ദിവസവും ചീത്ത കേൾക്കാറ് പതിവ്. മാനസികമായിട്ട് തളർന്നു പോയി സാറേ. അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ സാറേ. എനിക്ക് അച്ഛനെ കാണാൻ ഒരാഗ്രഹം. അത് ഇനി അവര് സമ്മതിച്ചില്ലെങ്കിലോ? അവര് സമ്മതിക്കൂല, പക്ഷെ ഞങ്ങളുടെ അച്ഛനല്ലേ. ഈ പരിപാടിയെ കാണാറുണ്ടോ? TV ഇല്ല വീട്ടില്. അപ്പോ നേരത്തെ TV ഇല്ലായിരുന്നു അതോ? TV ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ. അപ്പൊ അമ്മ വീട് പണിയാ, അപ്പൊ അതിന് ബുദ്ധിമുട്ടായപ്പോഴേക്കും കൊടുത്തതാ. TV വിലക്ക് കൊടുത്തോ? വിലക്ക് കൊടുത്ത കാശ കിട്ടുമോ ടിവിക്ക്? 2500 വാങ്ങിയ TV 1500 കിട്ടിയുള്ളൂ. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആ TV. താങ്ക് യു സർ. അപ്പൊ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ ആ ടിവിയിലൂടെ താങ്കൾ കണ്ടാൽ മതി. ഫ്ലവേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു ബാല്യത്തിന്റെ ആശങ്കയിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള കഠിനയത്നത്തിലായ ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥി. വരുന്നു CAക്ക് പഠിക്കുന്ന ആദിത്യ ചന്ദ്രകുമാർ ഫ്രം കുറുപ്പന്തറ, കോട്ടയം. സ്വന്തം പേരിനൊപ്പം സൂര്യന്റെ പര്യായമുണ്ടെങ്കിലും കോട്ടയം സ്വദേശിനി ആദിത്യയുടെ ജീവിതം അത്രമേൽ പ്രകാശപൂരിതമാകുന്നില്ല. സാമ്പത്തിക പരിമിതികൾ പണിതീരാത്ത വീടാക്കി മാറ്റിയ ഈ തലചായ്ക്കുമിടത്തിൽ അമ്മ ബിന്ദുവും അനുജൻ അനന്തുവും ആദിത്യയുടെ പ്രതീക്ഷകൾക്ക് പ്രകാശം പകരാനുണ്ട്. മകളുടെ പ്രതീക്ഷകൾക്ക് പിന്നിൽ പ്രതിഫലിക്കുന്ന ഈ അമ്മയുടെ പ്രാർത്ഥനകളാണ് ആദിത്യയ്ക്ക് പ്രചോദനമാകുന്നത്. കടങ്ങൾ വീട്ടാനായി കാത്തിരിക്കുമ്പോഴും കുടുംബത്തോടുള്ള കടപ്പാടുകൾ മറക്കുന്നില്ല ഈ CA വിദ്യാർത്ഥിനി. കൺമുന്നിൽ ദുരിതങ്ങൾ എരിയുമ്പോഴും കണ്ണുകളിൽ പ്രതീക്ഷകളുടെ തിളക്കം കാത്തുസൂക്ഷിക്കുകയാണ് പഠിച്ചു മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആദിത്യ ചന്ദ്രകുമാർ എന്ന ഈ പെൺകുട്ടി. ജീവിതത്തിന്റെ പരിമിതികളെ വിദ്യ നേടി മറികടക്കാനാകുമെന്ന തിരിച്ചറിവുമായി അറിവിന്റെ വേദിയിലേക്ക് ആദിത്യ വരുന്നു. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ആദിത്യ. ഹായ് ആദിത്യ. ഹലോ സാർ. ആദിത്യ ഇന്ന് ബർത്ത്ഡേ ആണ് അല്ലെ? ജന്മദിനമാണല്ലേ? കൃത്യം ഇവിടെ തന്നെ വന്നല്ലോ ജന്മദിനത്തിന്. അപ്പൊ എല്ലാവിധമായ ജന്മദിനാശംസകൾ. ഒരു 200 കൊല്ലം ജീവിച്ചിരിക്കട്ടെ സന്തോഷത്തോടെ കേട്ടോ. അപ്പൊ എല്ലാവിധമായ ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നേ? അമ്മയുടെ പേരെന്താ? ബിന്ദു. ബിന്ദു. എവിടെയാ സ്വദേശം? സ്വദേശം കുറുപ്പന്തറ. കുറുപ്പന്തറക്കാരി തന്നെ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പം ഏറ്റുമാനൂര് ഒരു ബെഡ് ഷോപ്പില്, മാർബിൾസ് മാട്രസ് എന്ന് പറഞ്ഞ ബെഡ് ഷോപ്പില് ഞാൻ വർക്കിന് പോയി ജോലി ചെയ്യുന്നു. അവിടെ ജോലി ചെയ്യുന്നു. ഇദ്ദേഹം 10 പഠിക്കുന്നു. 10 പഠിക്കുന്നു. ആരാണ്? അനന്തു. അനിയനാണോ? അനിയൻ. ഓ അനന്തു 10 പഠിക്കുന്നു. ഏത് സ്കൂളിലാ? ആള് GK ഒക്കെ പറയുവോ? അപ്പൊ എന്താ പേര്? എന്റെ പേര് മിനി. ആ, ഞാന് ബെഡിന്റെ കമ്പനി നിൽക്കുന്ന അടുത്താണ് എന്റെ മോൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബെഡ് മേടിക്കാൻ അവിടെ ചെന്നപ്പം പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി. വലിയ അടുപ്പമായി. അതെ. ആ, എന്താ പേരെന്നാ പറഞ്ഞേ? എന്റെ പേര് മിനി. മിനി എന്നാ പറഞ്ഞേ അല്ലേ? മിനി. ആ. ഒരു ബെഡ് വാങ്ങിക്കാൻ പോയത് പെട്ടുപോയി. അതെ അതെ. അങ്ങനെയാണ് കാര്യം. എന്റെ മോന് അതിന്റെ ഇപ്പുറത്ത് കടയില്ല, വെള്ളാമറ്റത്തിൽ ഇരട്ടക്കൽസ് എന്ന് പറഞ്ഞ ഏറ്റുമാനൂര് ഒരു ഫേമസ് ആയ കടയാ. ആ, അപ്പൊ അവിടെ ചെന്നു. അപ്പൊ മോൻ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ കട ചെന്നു. അങ്ങനെ ഞങ്ങള് കൂട്ടായി. ഓ അത് ശരി. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ സഹായിക്കേണ്ടി വരും, പൊതുവിജ്ഞാനമൊക്കെ വേണ്ടി വരും. ഓക്കെ, റെഡി. ആദിത്യ എങ്ങനെയാ മത്സരിക്കുന്നേ? 20 ചോദ്യങ്ങൾ വഴി.
തീരുമാനിച്ചോ? ഓക്കെ. ഈ പരിപാടിയെ കാണാറുണ്ടോ? യൂട്യൂബിലെ കാണാറുള്ളൂ സാർ. ടി വിയിൽ കാണാറില്ലയോ? ടി വി ഇല്ല വീട്ടില്. അയ്യോ, ഓക്കെ, അതുകൊണ്ടാ അല്ലേ. അപ്പോ നേരത്തെ ടി വി ഇല്ലായിരുന്നു അതോ? ടി വി ഉണ്ടായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ. അപ്പൊ അമ്മ വീട് പണിയാണ്, അപ്പൊ അതിന് ബുദ്ധിമുട്ടായപ്പോഴേക്കും കൊടുത്തതാ. ടി വി വിലക്ക് കൊടുത്തോ? ആർക്ക് കൊടുത്തു? അത് ആർക്കോ കൊടുത്തു. വിലക്ക് കൊടുത്താൽ കാശ കിട്ടുമോ ടിവിക്ക്? ഇല്ല, 1500 2500 വാങ്ങിയ ടി വി 1500 കിട്ടിയുള്ളൂ. അതെന്താ വിൽക്കേണ്ട ആവശ്യം വന്ന എന്താ? ടി വി വീട് പണി ആയോണ്ട്. ആ, വീട് പണി തച്ചിന, അപ്പം ദിവസക്കൂലിക്ക് പണിയുന്നതുകൊണ്ട്. അതുകൊണ്ടാ അല്ലേ. ആദ്യത്തെ ഇപ്പം CA പഠിച്ചോണ്ടിരിക്കല്ലായിരുന്നു? അതെ സാർ. അപ്പൊ ഇപ്പൊ കോഴ്സ് ബ്രേക്ക് ചെയ്തോ? ആ, എനിക്ക് 3 മാസം പഠിക്കണ്ടായിരുന്നു. അപ്പൊ ഈ ഈഗിൾസിലെ മലപ്പുറത്താ പഠിച്ചോണ്ടിരുന്നേ. അപ്പൊ ഹോസ്റ്റലിലാ നിന്ന് പഠിച്ച. അപ്പൊ ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ എന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറി എങ്ങും നിന്നിട്ടില്ല. അപ്പൊ എനിക്ക് അവിടെ ഹോസ്റ്റലാന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ അമ്മയുടെ എല്ലാ അഡ്മിഷനും സെറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാരും പറഞ്ഞത് ഹോസ്റ്റലിൽ നിക്കണം. അപ്പോഴും അമ്മയോട് ഞാൻ പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചിട്ടേ ഇല്ല. അപ്പൊ എന്റെ അനിയൻ പറഞ്ഞ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കും. അപ്പൊ എനിക്ക് CA പഠിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും എന്നുള്ളത് അത്ര ഉറപ്പ്. അപ്പൊ എന്റെ അനിയനെ കൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ തന്നെ പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അമ്മ സമ്മതിച്ച്. അമ്മയ്ക്ക് ഭയങ്കര വിഷമം, ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ അമ്മയുടെ അടുത്ത് മാറി നിന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അവിടെ പഠിക്കാൻ ചെന്നത്. എന്നിട്ട് എന്താ ഇപ്പൊ പഠിക്കാൻ? എന്താ എന്റെ ചോദ്യം? ബ്രേക്ക് ഇട്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ പഠിച്ചോണ്ടിരിക്കായിരുന്നു സാറേ. ഹോസ്റ്റലില് രാവിലെ 7 തൊട്ട് 10 വരെ ഫുള്ള് സ്റ്റഡിയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എക്സാമിന് 1 മാസം മുമ്പ് എനിക്ക് പനി കൂടി ശ്വാസം മുട്ടല് ഭയങ്കര പ്രശ്നമൊക്കെ ആയപ്പോ എമർജൻസി ആയിട്ട് വീട്ടിലോട്ട് പോകുന്നതാ. എക്സാം എഴുതാൻ പറ്റിയില്ല ഇപ്രാവശ്യം. ആണോ? ഇനിയിപ്പൊ അടുത്ത മെയിലോട്ടുള്ളത് എഴുതാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഞങ്ങൾ കിടക്കുന്നത് ഒരു ജനാല പോലും ഇല്ലാതെ. പക്ഷെ അമ്മയ്ക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു ജോലി കിട്ടിയാൽ അമ്മയ്ക്ക് എളുപ്പമാണല്ലോ. സ്വന്തമായിട്ട് വീടില്ലേ? സ്വന്തമായിട്ട് വീട് വെച്ചു സാർ. ഇപ്പം ലൈഫ് മിഷന്റെ 3 സെന്റ്. ലൈഫ് മിഷന്റെ 3 സെന്റ് അല്ലേ? അപ്പൊ അതിനകത്ത് അതെന്താ ജനല ഇല്ലാത്ത വീടിന്? അത് പൈസ ഇല്ലാത്തത് കൊണ്ട് അമ്മ ഇപ്പൊ ഒരു ഷോപ്പിൽ 10,000 രൂപയ്ക്കാ ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ ദിവസവും എങ്ങനെയൊക്കെ റേഷനറി ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ചു പോകുന്നു. പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മ ആഴ്ച 2000 വീതം മേടിച്ചു കഴിയുമ്പോ ആ പൈസ തീരും മാസം. പിന്നെ കടം കൊടുക്കാനും ഇല്ല, വീട്ടിലെ ചെലവിനും ഇല്ല. അപ്പോഴേക്കും അങ്ങനെ വന്ന് ഈ ജനാല വെക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ജനാല ഇല്ല? ഇല്ല. അപ്പൊ വീട് പണി പൂർത്തിയാകാത്ത വീട്ടിലാണോ താമസിച്ചത്? ആ, പൂർത്തിയാകാത്ത വീട്. അതായത് വീട്ടിൽ നിന്ന് ഒരു വാടക വീട്ടിൽ താമസിച്ചോണ്ടിരിക്കായിരുന്നു. വാടക വീട്ടിൽ നിന്ന് പെട്ടെന്ന് അമ്മയ്ക്ക് ജോലിക്ക് പോകാണ്ടായി. വാടക കുടിശ്ശികയായപ്പോ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ഞങ്ങൾക്ക് വേറെ പോവാൻ എങ്ങും വഴിയില്ല. സെക്യൂരിറ്റി കൊടുക്കണം വീടിന്. വാടക വീട്ടിൽ ഏതൊരു വീട് എടുത്താലും അതിന് സെക്യൂരിറ്റി കൊടുക്കാം. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ വഴിയില്ല. അത് കുറെ ലോഡ്ജൊക്കെ, ഒരു റൂമാണെങ്കിൽ വാടക ദിവസം കൊടുത്താൽ മതി, സെക്യൂരിറ്റി കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാനും അമ്മയും അനിയനും ഉള്ളു, അച്ഛനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും തന്നില്ല. ഞങ്ങള് 3 പേരും ഉള്ളു. ഗൃഹനാഥനില്ലാത്ത വീട്ടുകാർക്ക് ആർക്കും ലോഡ്ജ് കൊടുക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ ലോഡ്ജ് തന്നില്ല. അതുകൊണ്ട് അമ്മയുണ്ട്, പക്ഷെ അതുകൊണ്ട് റൂം തന്നില്ല. അപ്പൊ ഞങ്ങക്ക് വേറെ എങ്ങും പോവാൻ മാർഗമില്ല. അതുകൊണ്ട് ഞങ്ങള് പണി തീരാത്ത വാർക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങോട്ടാ പോയത്. ഒരു മാസത്തോളം വെള്ളവും കറണ്ടും ബാത്റൂമും ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ പണി തീരാത്ത വീടായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ പോയിട്ട് KSP ചോദിച്ചായിരുന്നു, കറണ്ട് കിട്ടുമോ, ഞങ്ങള് പഠിക്കാനൊക്കെ ഉള്ളതാണ്, ഇതുപോലെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങക്ക് പൈപ്പ് വലിച്ചിട്ടേ ഉള്ളായിരുന്നു, വയറ് വലിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയും ഒന്ന് വയറ് വലിക്കുവാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയും കറണ്ട് തരാന്ന് KSP പറഞ്ഞു. അപ്പൊ ഞങ്ങള് പിന്നെ ആരോടേലും ചോദിച്ച് കുറെ, അമ്മ ജോലിക്ക് പോവാത്ത സമയമായതുകൊണ്ട് പിന്നെ അമ്മ എന്റെ അനിയന്റെ ഒക്കെ ടീച്ചർമാരൊക്കെ കുറെ സഹായിച്ച് ഞങ്ങക്ക് അങ്ങനെ വയറ് വലിച്ചു. കറണ്ട് വന്നോ? കറണ്ട് വന്നു. വെള്ളം ഇല്ല സാർ, ഇപ്പോഴും വെള്ളമില്ല. അത് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. കിണറുണ്ടോ വീട്ടില്? കിണറില്ല. ലൈഫ് മിഷന്റെ 3 സെന്റ് വീട്. അപ്പൊ 12 വീട്ടുകാർ ഒന്നിച്ചിരിക്കുന്നു. പക്ഷെ എന്നാലും താമസമായോ? ഇപ്പൊ 4 പേരോളം താമസമായി. പക്ഷെ ബാക്കി 3 പേർക്ക് അങ്ങ അറ്റത്തൊരു വീടുണ്ട്. അവര് വെള്ളം കൊടുക്കും, നമുക്ക് മാത്രം വെള്ളം തരികയില്ല. ഇല്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങറ്റത്തെ വീട്ടില് ഒരു ചേട്ടനും അനിയനും അച്ഛനും ഫാമിലിയാണ് താമസിക്കുന്നത്. അതിൽ അനിയന് അമ്മയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ വീട് പണിത് കൊടുക്ക എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ നിന്ന് വാങ്ങിച്ച്. അപ്പൊ അമ്മയ്ക്ക് തെളിവൊന്നും ഇല്ലാണ്ടാണ് അമ്മ വീട് നിങ്ങളുടെ വീട് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ വീട്
അപ്പൊ കോൺട്രാക്ടർമാരോടൊക്കെ ചോദിച്ചപ്പോ 9 ലക്ഷം ഒക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആകെ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷന്റെ വീടാ, പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം രൂപ കിട്ടുള്ളേ. അപ്പോഴേക്കും 9 ലക്ഷം നമുക്ക് കൊടുക്കാൻ അങ്ങനെ ഒന്ന് വരുമാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു 5.5 ലക്ഷം രൂപയ്ക്ക് വീട് ഫുള്ള് പണിത് താക്കോലും തരാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ 50,000 രൂപ എടുത്ത് ആ ചേട്ടന് കൊടുത്ത് ആ ചേട്ടൻ ആ കാശായിട്ട് മുങ്ങി. മുങ്ങിക്കളഞ്ഞോ? നിങ്ങളെ പറ്റിച്ചോ? അയ്യോ, നിങ്ങൾ ആ പാടെ പാട് വിട്ടിരിക്കുന്നത് നിങ്ങളെ പറ്റിച്ചിട്ട് പോയി. പഞ്ചായത്തിൽ നിന്ന് ആദ്യം 40,000 രൂപ തരും, അതിന് തറ കെട്ടി പിന്നെ കെടുക്കളായിട്ടാ പൈസ തരാ, അതിന് ഓരോന്നോരോ ചെയ്യാം. അപ്പൊ 40 തന്നു, അതിന് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ ഇട്ട് 50,000 രൂപ ചേട്ടന് അഡ്വാൻസ് കൊടുത്ത്. അവസാനം 4-6 മാസമായിട്ട് ആ ചേട്ടന് മുങ്ങി. എങ്ങോട്ടാന്നറിയില്ല, വീട്ടില് ചോദിച്ചിട്ട് വീട്ടിലാർക്കും അറിയത്തില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. അമ്മ അന്വേഷിച്ച് വീട്ടിൽ ചെന്ന് ഫോണിൽ നിന്നൊന്നും വിളിച്ചിട്ട് കിട്ടില്ല. അവസാനം അമ്മ വീട്ടിൽ ചെന്ന് കുത്തിയിരിപ്പ് സമരം, ആത്മഹത്യ ഭീഷണി ഒക്കെ മുഴക്കിയോ? മാനസികമായിട്ട് തളർന്നു പോയി സാറേ. പഞ്ചായത്ത് കിട്ടി അത്രയും പൈസയേ ഉള്ളൂ, അതുകൊണ്ടാണ് മുങ്ങിയത്. മുങ്ങി. അപ്പൊ ഞാൻ മാനസികമായിട്ട് തളർന്നു. അപ്പൊ ഞാനാണെങ്കിൽ 2 വീലർ ഉണ്ട് നമുക്ക്. അപ്പൊ ഞാൻ അതുകൊണ്ടൊരു കുത്തനെ ഇറങ്ങിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ മരിക്കാൻ പോവാ, അമ്മച്ചിക്ക് മാനസികമായി തളർന്നു പോയി, ഇനി എന്ത് ചെയ്യാനാ, നമുക്കൊന്നും പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ വന്ന് ആ വീടിന്റെ വാതൊക്കെ കുത്തി നിന്നിട്ട് ഞാൻ പറഞ്ഞ് പൈസ എങ്ങനെയും തരണം, ഞങ്ങൾക്ക് ജപ്തി വക്കീലായി, സ്ഥലം വീട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന്. അപ്പോൾ ജപ്തിയുടെ വക്കീലായി കഴിഞ്ഞപ്പം ഞങ്ങളോട് പെട്ടെന്ന് ചെയ്ത് കാണിക്കുമ്പോൾ എൻ്റെ പൈസ ഇല്ല. ഞാൻ അവിടെ കിടന്ന് മരിക്കാനൊക്കെ വീണ്ടും തുടങ്ങും. അപ്പോൾ കൊച്ച് പറഞ്ഞ് അമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളേ, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അമ്മ അങ്ങനെ മരിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇവള് 100 കുത്തി പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച്, അമ്മച്ചി ഇങ്ങനെ ഇവിടെ മരിക്കാൻ തുടങ്ങുവാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഉടനെ മോളോട് പറഞ്ഞ് പിറ്റേ ദിവസം വന്ന് കംപ്ലയിൻറ്റ് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് അങ്ങനെ ഇടപെടാൻ പറ്റത്തില്ല. പിന്നെ പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് കുറച്ച് പൈസ തിരിച്ചു കിട്ടി. എത്ര കിട്ടി? ഒരു 35,000 തിരിച്ചു കിട്ടി. അത്ര കിട്ടി. അത് 2-3 പ്രാവശ്യമായിട്ടാണ് തന്നത്. അത് തരാനായാലും ഞാൻ ഒത്തിരി ഇരുട്ടത്ത് അവിടെ പോയി നിന്ന് വാവിട്ട് കരയും, എനിക്ക് തന്നു വിട്, എനിക്ക് വിശന്നിട്ട് പാടില്ല, കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാവിട്ട് കരയും. അങ്ങനെ കരയുമ്പോൾ അവരെന്നെ പേടിപ്പിക്കും. ഞാൻ ഇരുട്ടത്താണ് നിൽക്കണത്, ആരുമില്ല അവിടെ. അപ്പം എനിക്ക് എങ്ങനെയും പൈസ താ, എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയും കയറ്റി കിടത്താനല്ലേ എന്ന് പറഞ്ഞ് അവർ 2-3 പ്രാവശ്യമായിട്ടാണ് തന്നത്. അതെനിക്ക് വാടക കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാടകയൊക്കെ കൊടുത്ത് പോന്നു. പിന്നെ ഞങ്ങൾക്ക് തറ കെട്ടാൻ തുടങ്ങാനായിട്ട് ഈ പൈസ ഇല്ല. പിന്നെ വേറൊരു പുള്ളി ഇടപെട്ട്, ആ പുള്ളി പറഞ്ഞ് എനിക്ക് 20,000 രൂപ ബ്ലേഡിൽ നിന്ന് എവിടുന്നേലും എടുത്തത് ആ തറ കെട്ടിത്തരാന്ന് പറഞ്ഞു. ഞാൻ ബ്ലേഡിൽ നിന്ന് എടുത്ത് 20,000 രൂപ കൊണ്ട് കൊടുത്ത് ആ പൈസയും കൊണ്ട് ആ പുള്ളിയും പോയി. നിങ്ങൾ സമീപിക്കുന്നവരെല്ലാം ഇങ്ങനെ മുങ്ങിക്കളയുന്നേ സാറേ, വേറെ ആരും അന്വേഷിക്കാനില്ലല്ലോ. അപ്പം പുള്ളി എവിടെ പോയെന്ന് അന്വേഷിച്ചപ്പോൾ മലബാറിന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കോവിഡ് വന്ന് പുറത്തിറങ്ങാൻ മേല. അത് കഴിഞ്ഞ് പുള്ളിയോട് ഒത്തിരി കരഞ്ഞു പറഞ്ഞ്, അല്ല നിങ്ങൾക്ക് പരിചയവും അറിയാവുന്ന ആളിനല്ലേ ഈ പണി കൊടുക്കുന്നത്? അപ്പം വേറൊരാള് എൻ്റെ കൂട്ടുകാരത്തി മുഖേന വന്നത്. കൂട്ടുകാരത്തി പറഞ്ഞ് ഈ ആൾ നല്ല ആളാണ്, ഇതിന് വിട്ടുകൊടുക്കും, വീട് കംപ്ലീറ്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വിശ്വാസമല്ല സാറേ, ആരെങ്കിലും ചെയ്തു തന്നാൽ വാടകയ്ക്കകത്ത് നോക്കിയാലോ എന്നോർത്താ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെയായി ഞാൻ പറഞ്ഞു, പിള്ളേരോട് പല പ്രാവശ്യവും പറഞ്ഞു, നമുക്ക് മരിച്ചേക്കാൻ ഒരു നിവൃത്തിയില്ല അമ്മച്ചിക്ക്, അമ്മ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന് അമ്മയ്ക്ക് പറ്റുന്നില്ല, എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഓട്ടോ ഓടിച്ചോ? ആ, ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഓട്ടോ മറിഞ്ഞോ? ആ, ഓട്ടോ മറിഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് എൻ്റെ കാലെല്ലാം ഒടിഞ്ഞു, വണ്ടി മൊത്തം നശിച്ചു. പിന്നെ മക്കളെ വളർത്താൻ ദൈവം, ഞാൻ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യും. എന്നാ വെച്ച് കഴിഞ്ഞാൽ വഴിയെ പോയി ആരെങ്കിലും കാരണവന്മാർ കൈ നീട്ടി ഞാൻ കയറ്റിക്കൊണ്ട് പോകും. പിന്നെ കുഞ്ഞുമക്കളെയും കൊണ്ട് ആരെങ്കിലും നടന്നു പോയാൽ ഞാൻ അവരെ കൊണ്ട് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് ഇറക്കും. പിന്നെ മോൻ്റെയൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ബാഗും തൂക്കി നടന്നു പോയാൽ അവരെ കയറ്റിക്കൊണ്ട് സ്കൂളിൻ്റെ അവിടെ ഇറക്കും. അതുകൊണ്ട് എൻ്റെ മക്കളെ വളർത്താൻ എന്നെ ഉയർത്തി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഓ, സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ? അമ്മ എത്ര കാലം ഓട്ടോറിക്ഷ ഓടിച്ചു? 8 വർഷം. 8 വർഷം ഓടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അമ്മ ഓട്ടോ ഓടിക്കുന്നത്? ആ, ഭയങ്കര ഇഷ്ടം. കുഞ്ഞിലെ അമ്മ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. അപ്പം ആദ്യമൊക്കെ അമ്മ അപ്പുറ വശത്ത് ഇപ്പുറ വശത്ത് ഞങ്ങളെ വെച്ചോണ്ട് ഓട്ടോ ഓടിക്കാൻ പോണേ. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും ആലും ഒരാളെ കണ്ടില്ലേ അമ്മയുടെ വയ്ക്ക്, ഇന്നൊരു കിളി എവിടെ പോയി ചോദിക്കും. 2 കിളിയാ എടുത്തും വലത്തും. കുഞ്ഞുനാള് മുതലേ കുറെ കൊല്ലം അങ്ങനെയാ. സ്കൂളില്ലാത്ത ദിവസം വെക്കേഷനൊക്കെ വരുമ്പോ വീട്ടില് തന്നെ ഇരുത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടേ അപ്പൊ അങ്ങനെ അമ്മ കൂടെ കൊണ്ടുപോകും. പിന്നെ അവസാനം എനിക്ക് പ്രായമില്ല, അനിയനും പ്രായമൊക്കെ ആയപ്പോ പിന്നെ ഞങ്ങൾ പോവാതെയായി. പോയി? അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ സാറേ. സ്ത്രീധന പ്രശ്നമായിരുന്നു അമ്മയുടെ. എന്റെ 2.5 വയസ്സുള്ളപ്പോഴും അനിയന്റെ 1/2 വയസ്സുള്ളപ്പോഴും ഉപേക്ഷിച്ചു പോയതാ. അത് സ്ത്രീധന പ്രശ്നമായിരുന്നു. അമ്മയുടെ അച്ഛന്റെ ലവ് മാരേജ് ആയിരുന്നു. അല്ലേ? അവരെവിടെ വെച്ചാ ലവ് മാരേജ് ചെയ്ത്? അതെനിക്ക് അറിയത്തില്ല. എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്? എനിക്ക് വെളിയിൽ ജോലി ഉണ്ടായിരുന്നു.
എവിടെ? ഹരിയാന. ഞാൻ ചെറിയ ടീച്ചറായിട്ട് 18 വയസ്സ് കഴിഞ്ഞ് പോയതാ. അപ്പൊ അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പം എന്റെ മൂത്ത ആങ്ങളുടെ കല്യാണം നടക്കുക. ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമായിട്ട് നടക്കുന്നത്. അപ്പൊ വീട്ടുകാരെന്നെ ഹരിയാനയിലോ നാട്ടിലോ? നാട്ടില് കല്യാണം നടക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്യുക. അപ്പൊ എനിക്ക് ലീവില്ല. എന്നെ ഇവര് നിർബന്ധിക്കോ വാവാന്നും പറഞ്ഞ് വീട്ടിലാദ്യമായിട്ട് നടക്കുന്ന കല്യാണം വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ലീവ് ചോദിച്ചു. ഞാനിവിടെ കല്യാണത്തിന് വരുന്ന സമയം ഞാനും ഇവരുടെ കൂടെ ഉണ്ട്, ഇവരെ അച്ഛനും ഈ സ്റ്റുഡിയോക്കാരൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെയൊന്നും ഇല്ല. 1 മാസം പരിചയം. അത് തന്നെയല്ല, 1 മാസം പരിചയം എന്ന് പറഞ്ഞാലും പുള്ളി എന്നോട് ഇത്രേ ചോദിച്ചുള്ളൂ. മറ്റേ എനിക്ക് ഒരു മലയാളിയാണോ? മലയാളിയാ, സ്വന്തക്കാരായപ്പം. എന്റെ മൂത്ത നാത്തു ചേച്ചിനെ കേട്ടെ ഇവരുടെ അമ്മയുടെ ആങ്ങളെയാ, അത്രയും അടുത്ത ബന്ധുക്കാരുമാണ്. അപ്പൊ എന്നോട് ചോദിച്ച് വേറൊന്നും അല്ല, എനിക്കൊരു ചെറിയ ജോലി വാങ്ങിച്ചു തന്നാൽ മതി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ കൂടെ. അപ്പൊ നമ്മുടെ വീടൊക്കെ കണ്ടപ്പം ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് തട്ടിയെടുക്കാനുള്ള പരിപാടിയിൽ പുള്ളി നമ്മളെ മയക്കി. അതിനിടയ്ക്ക് എനിക്കൊരു അവിടെ ജോലി ചെയ്ത് സമ്പാദിച്ച ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്നോട് വഴിയേ വെച്ച് ട്രെയിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓരോന്നോരോന്ന് മേടിച്ച് കൂട്ടുകാർക്ക് കൊടുത്തു വിട്ട്. വീട്ടിൽ കടമുണ്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം എന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ജോലി അറിയില്ല. ജോലി അറിയാതെ പിന്നെ ഞാൻ നോക്കട്ടെ വന്നു. ഞാൻ നോക്കി, അങ്ങനെ ഞാൻ ജോലി ചെയ്യും, പുള്ളി വീട്ടിൽ ഇരിക്കും. അങ്ങനെ നോക്കി ഒരു വർഷത്തോളം. അന്നേരം മോള് ഗർഭിണിയായി. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാതെയായി. എനിക്ക് ഭയങ്കര ഛർദിയൊക്കെ കൂടിയിട്ട് കാലാവസ്ഥ പിടിക്കാഞ്ഞിട്ട് എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാൽ ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടുകാർ അന്വേഷിച്ചപ്പം പുള്ളിയുടെ സ്വഭാവം മോശമാണെന്ന് അവരെ സ്വന്തക്കാരെല്ലാം പറഞ്ഞു. അപ്പം പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ എൻ്റെ വീട്ടിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവള് വയറ്റിലുള്ളതുകൊണ്ട് എനിക്ക് അവരങ്ങോട്ടും വിളിക്കുന്ന. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ എന്നെ ബൂത്തിൽ കൊണ്ടുപോയി വീട്ടിലോട്ട് വിളിപ്പിക്കുക. SNDP മുഖേന പത്രയെ മുറിച്ച് കല്യാണം നടത്താനാണ്, സ്ത്രീധനം വേണം. അപ്പോൾ എന്നോട് വീട്ടുകാർ പറഞ്ഞു, നീ പറയാതെ പോയതല്ലേ, നീ അനുഭവിച്ചോളാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ 2 ദിവസം മുതൽ നമുക്കിട്ട് കൊച്ചു വയറ്റിൽ കിടക്കുന്നു, നമ്മൾ ഉപദ്രവിക്കുന്നു. നമ്മൾ അതുപോലെ അനുഭവിച്ചു. പിന്നെ നമ്മൾ പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഞാൻ മരിച്ചേക്കാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് എന്താണെന്നറിയത്തില്ല, ഒരു കുഞ്ഞല്ലേ, വളർത്തിക്കൊണ്ട് വരാം. അങ്ങനെ വളർത്തി കുറേ അടിയൊക്കെ കിട്ടി. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പറയും മേടിച്ചോണ്ട് വരാൻ പറയും. ഞാൻ അവിടെ ചെല്ലും. ഈ കുഞ്ഞിനെ ഞാനാണെങ്കിൽ ഉപദ്രവിക്കും. എന്നുവെച്ചാൽ എനിക്ക് മാനസികമായി ഞാൻ തകർന്നു. അവരിങ്ങോട്ട് പറഞ്ഞു വിടും, ഇവരങ്ങോട്ട് പറഞ്ഞു വിടും. ഞാനിടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അങ്ങനെ കുറേ നാൾ ഞാൻ ഉപദ്രവം സഹിച്ച് ജീവിച്ച്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടുകാർ എന്നെ ഒത്തിരി ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർ സ്ഥലം വിറ്റ് 26 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് 50,000 തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 18 സെൻറ്റ് സ്ഥലം, അന്ന് നിസ്സാര വിലയുള്ളായിരുന്നു, അവിടെ വാങ്ങിച്ചപ്പോൾ എൻ്റെ ചാച്ചൻ മരിച്ചുപോയി. ചാച്ചൻ പറഞ്ഞ് നിൻ്റെ ഹസ്ബൻഡിന് ഒന്നുമില്ലാത്തതല്ലേ, കോളനി ആയിരുന്നു, അപ്പം ഒന്നുമില്ലാത്തതല്ല, അതുകൊണ്ട് നിങ്ങൾ 2 പേരുടെ പേര് എഴുതാമെന്ന് പറഞ്ഞു. 2 പേരുടെ പേര് എഴുതി കഴിഞ്ഞപ്പോഴത്തേന് അപ്പം തന്നെ എഴുതി വീട്ടിൽ തിരിച്ചു വന്നില്ല. അന്നേരം എന്നോട് പറഞ്ഞ് നിൻ്റെ കഥ പൂട്ടി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുടെ പേരിൽ 9 സെൻറ്റ് ആയല്ലോ. അപ്പോൾ എനിക്കിനി ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എൻ്റെ 9 സെൻറ്റിൽ താമസിപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ സാറേ അവിടെ ജീവിക്കുന്നത്? അവിടെ ജീവിക്കേണ്ടത് നമുക്കൊരു കാര്യമില്ല. പിന്നെ ഞാൻ അങ്ങനെ നമ്മുടെ സ്ഥലമല്ലെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് വീട്ടിലും വന്നിരിക്കാം. നീ വിറ്റോണ്ട് പോയിട്ട് നീ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തത്തില്ല. പിന്നെ നമ്മുടെ 18 സെൻറ്റ് സ്ഥലത്തിൽ ഒരു ചെറിയ ഷെഡ് വെച്ച് ആ ഷെഡെല്ലാം വലിച്ചു പൊളിക്കും, കുടിക്കും. അമ്മ പറഞ്ഞു വിടും, ഉപദ്രവിച്ചിട്ട് വരാൻ പറയും. കാളക്കെട്ട് തല്ലുന്നപോലെയൊക്കെ എന്നെ ഈ പൂവരശന്റെ കമ്പെല്ലാം വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നു. അമ്മ ഉപദ്രവിക്കും. പിന്നെ അങ്ങനെ അവിടെ ഷെഡിൽ താമസിച്ചോടുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് ഇവിടുന്ന് നീ പോയില്ലെങ്കിൽ ഇതിന് മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലൂന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞു ഉണ്ടായതിന് ശേഷം ഞാൻ ഈ കുഞ്ഞിനെ കളയാൻ ഒരുപാട് ഹോസ്പിറ്റൽ വഴിയൊക്കെ പോയി, കഴിച്ചൊക്കെ കഴിച്ചു നോക്കി, പോയില്ല ഇവൻ. പിന്നെ ഇവൻ വയലിലായിരുന്നപ്പോൾ എനിക്ക് ചിക്കൻ കുനിയ വന്നു. എന്നിട്ടും ഇവന് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അപ്പം എനിക്ക് തോന്നി ഇവൻ എൻ്റെ സ്വത്താണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ എളിയിലും വെച്ച് ഒരു കുഞ്ഞിനെ കയ്യിലും പിടിച്ച് ഞാൻ അന്ന് പോന്നു. അയാൾ എവിടെയുണ്ടെന്ന് അറിയില്ല. കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. ഞങ്ങൾ ഡൈവോഴ്സ് ആയിട്ടില്ല. എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എൻ്റെ ഉണ്ട്. അച്ഛൻ പോയതിനു ശേഷം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മയുടെ വീട്ടുകാർ ഒരു ഇച്ചിരി സ്ഥലം മേടിച്ച് തന്നായിരുന്നു. അത് ഭയങ്കര കണ്ട ഏരിയൊക്കെയാ, വെള്ളത്തിന്റെ. അപ്പൊ ആ ഏരിയയിലൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാ. ആ സമയത്ത് അച്ഛൻ വന്ന ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അച്ഛൻ വന്നത് നല്ല ഇതിലാണോ ചീത്ത ഇതിലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ വന്നിട്ട് അത് നല്ല വഴക്കാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്ന്. അതുപോലെ അപ്പൊ ഈ അച്ഛൻ എപ്പോഴും അച്ഛൻ നിങ്ങളോട് സ്നേഹമായിരുന്നു?
അച്ഛനെ ഞങ്ങളോട് സ്നേഹമായിരുന്നു. പക്ഷേ എനിക്ക് അച്ഛനെ ഓർമ്മയുള്ളത് മുഴുവൻ അടിയും വഴക്കും. കുഞ്ഞുനാള് പോലെ അച്ഛനും അമ്മയും ആടി വെക്കുമ്പോ ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? അപ്പൊ എത്ര ചോദ്യങ്ങൾ വഴിയാ പോകുന്നേ? 20 ചോദ്യങ്ങൾ വഴിയാണ്. അപ്പൊ ഇത് ടെൻഷൻ ഉണ്ടോ? ഇല്ല സാർ. ഇല്ലയോ? ടെൻഷൻ ഒന്നുമില്ല. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് കുട്ടേട്ടൻ. നമസ്കാരം ആദിത്യ. നമസ്കാരം കുട്ടേട്ടാ. ഇന്ന് ആദിത്യയുടെ ജന്മദിനമാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ആദിത്യ. ആദിത്യ നന്നായിട്ട് മത്സരിച്ചോളൂ. എല്ലാ സഹായത്തിനും കുട്ടേട്ടനും കൂടെയുണ്ട്. ഓക്കേ കുട്ടേട്ടാ. ആദിത്യയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഓക്കേ കുട്ടേട്ടാ, താങ്ക് യു. വെൽക്കം. ആദിത്യക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല സാർ. ഒരു ടെൻഷൻ ഇല്ലല്ലോ. ഇന്നലെ നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കുട്ടേട്ടാ ഒന്ന് ചെക്ക് ചെയ്തോ. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, 118. അത് പക്ഷേ പോവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചേ. കുഞ്ഞിരാമന്റെ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം വരും. ഓക്കെ കുഞ്ഞിരാമ, വേഗം ആയിക്കോട്ടെ. കുഞ്ഞിരാമനെ പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലെ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് സാർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് TV കാണിക്കണമല്ലോ ഇപ്പൊ. അങ്ങനെ അത് ഓക്കെ. കുഞ്ഞിരാമ വീട്ടിൽ പോവും. കുഞ്ഞിരാമനെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 rupees. മോണിറ്റർ. കേരളത്തിൽ BPL റേഷൻ കാർഡുകൾ ഏത് നിറത്തിലാണുള്ളത്? BPL. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി വെള്ള, ഓപ്ഷൻ സി കറുപ്പ്, ഓപ്ഷൻ ഡി പിങ്ക്, ഓപ്ഷൻ ഇ നീല. BPL റേഷൻ കാർഡിന്റെ നിറം പച്ച, വെള്ള, കറുപ്പ്, പിങ്ക്, നീല. പിങ്കാണോ? ഉറപ്പാണോ? നിങ്ങൾക്ക് ഏത് റേഷൻ കാർഡാ ഉള്ളത്? BPL റേഷൻ കാർഡ്. അപ്പൊ അതിന്റെ നിറം നോക്കിയിട്ടുണ്ടോ? പിങ്കാണോ? ഓപ്ഷൻ ഡി പിങ്ക്. ആദ്യത്തെ ചോദ്യം ജന്മദിനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. 10,000 കേട്ടോ. ഓക്കെ, അപ്പൊ വല്ല PSC പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ല സാർ, ഞാനിപ്പം വീട്ടിൽ ചുമ്മാ ഇരിക്കുക. അമ്മ രാവിലെ ജോലിക്ക് അനിയ സ്കൂളിൽ പോകും. അപ്പൊ എനിക്ക് വീട്ടിൽ ഇരുന്നിപ്പോ ഒരു പണിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ PSCയുടെ ഒരു ആപ്പ് കയറ്റിയിട്ട്, PSC എഴുതണമെന്നുണ്ട്. അപ്പൊ PSCയുടെ ഒരു ആപ്പ് കയറ്റിയിട്ട് ഡെയിലി PSC ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് ജനറൽ നോളജ് കയ്യിലുണ്ട് അല്ലേ? 10,000 രൂപ കിട്ടി. അടുത്ത 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000. മോണിറ്റർ. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ മരുന്ന് കഴിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി സിക്കിം, ഓപ്ഷൻ ഇ കേരളം. ഉറപ്പിച്ച് പറയണം. ഉത്തരം ഉറപ്പിച്ച് പറയണം. കേരളം. പൂട്ടിട്ടോ? ഓപ്ഷൻ ഇ കേരളം പൂട്ടി. ഇവിടെ ആൾക്കാർ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? കോവിഡ് കേരളത്തിലെ കൂടുതൽ അങ്ങനെയായിരിക്കും സാർ. അങ്ങനെയായിരിക്കോ? അപ്പൊ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന കേരളത്തിലുള്ളവരാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. താങ്കൾ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ കഴിക്കുന്നുണ്ടോ? അമ്മ ഇപ്പൊ പനിയായാലും ജലദോഷം വന്നാലും ചൂടായാലും അപ്പോഴേ പാരസെറ്റമോൾ എടുത്തോണ്ട് വരും. എനിക്കാണെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുന്നേ ഇഷ്ടമല്ല. എപ്പോഴും അതെ പാരസെറ്റമോൾ. ഞാൻ പറയാം അമ്മ എപ്പോഴും ഇങ്ങനെ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാരസെറ്റമോൾ കഴിക്കാൻ അമ്മ ഉണ്ടാവൂല, കിഡ്നി അടിച്ചു പോകുന്നു പറയും. അതിന് എപ്പോഴും പാരസെറ്റമോൾ. പാരസെറ്റമോൾ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്ന ആരാ പറഞ്ഞു? അല്ല, ഞാൻ എവിടെയോ കേട്ടൊരു. ഓക്കെ, അതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓപ്ഷൻ ഈ കേരളം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപ കിട്ടി. ഇപ്പൊ പൈസ അത്യാവശ്യമായിട്ട് എന്തിനാ വേണ്ടത്? ഇപ്പൊ വീട് പണി തീർക്കാനും പിന്നെ വീട് പണിഞ്ഞിരൊക്കെ എത്ര രൂപ വേണം? വീട് പണി തീരാൻ കറക്റ്റായിട്ട്. വാതിലുണ്ടോ വീടിന്? ഇപ്പൊ വാതിലുണ്ട് സാർ. ജനലില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ,
അപ്പൊ കടമുണ്ടോ വീട് വെച്ചതില്? ആ വീട് ലൈഫ് മിഷന്റെ വീട് അവര് 4 ലക്ഷം രൂപ തരുമെങ്കിലും നമുക്ക് ആദ്യം ചെയ്ത് കാണിക്കണം. അപ്പൊ ഒരുപാട് കട ആദ്യം മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്കും നമ്മൾ അറിയില്ല. പക്ഷെ നമ്മള് ഞാനും അമ്മ അനിയനും മാത്രമേ ഉള്ളൂ, വേറെ ആരും സഹായിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ദയാലി ആവുമ്പോഴാണ് ഞങ്ങൾ സഹായിക്കുക. കുറെ വീടുകളിലായിട്ട് പള്ളികളിലായിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് സാർ. അപ്പൊ ഇതുപോലെ പറഞ്ഞോളൂ. സങ്കടായോ? ഇല്ല സാർ. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയാണ് ഇത് മേടിക്കണം. അപ്പൊ ഇപ്പോഴും ഓരോരുത്തര് ഫോൺ വിളിക്കുമ്പോഴേക്കും പേടിയാണ് സാറ്. അമ്മേനോട് പറയും, അമ്മ പറയുന്ന അറിയാത്ത നമ്പറുകള് പരിചയമില്ലാത്ത നമ്പർ എടുക്കരുത്. പക്ഷെ ഞാനിപ്പോ ഒരു നമ്പേഴ്സ് എടുക്കില്ല. എൻ്റെ അമ്മ സേവ് ചെയ്ത് വെച്ച നമ്പർ മാത്രമേ ഇപ്പൊ എടുക്കുള്ളൂ. കാരണം ഞാൻ അറിയാതെ പോലും ഒരു നമ്പർ എടുത്താൽ അത് കടക്കാരായിരിക്കും. ദിവസവും ചീത്ത കേൾക്കാറ് പതിവ്. അതുകൊണ്ട് ആ കട എങ്ങനെയാലും ഒന്ന് വീട്ടണം എന്നുള്ളത് സാർ. ഇപ്പൊ പൈസ മേടിച്ചിരിക്കുന്നത് അത് ഇപ്പൊ ഏറ്റവും വലിയ തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടക്കാർക്കും മിറ്റിലുകാർക്കും ഒക്കെയാ. അല്ലാതെ നമ്മള് ഈ പള്ളികളിലൊക്കെ പോയി അച്ഛന്മാരോട് ചോദിക്കുക. നമ്മള് ഹിന്ദുക്കളാണ് എങ്കിലും പള്ളികളിലാണ് കൂടുതൽ വിശ്വാസം. അപ്പൊ പള്ളികളിലെ അച്ഛന്മാരോടൊക്കെ ചോദിക്കുമ്പോ അവര് 10,000 രൂപയൊക്കെ വെച്ച് തരും. പിന്നെ അമ്മയുടെ കൂട്ടുകാരും എൻ്റെ അനിയന്റെ ടീച്ചേഴ്സും അങ്ങനെയൊക്കെ കുറച്ച് പേരെ സഹായിച്ച് വീട് പണിത് തച്ചിനാ വീട് പണിതുകൊണ്ടിരുന്നത്. ആദ്യം അമ്മ ഒരാൾക്ക് കൊടുത്തിട്ട് ആ കാശ് കൊണ്ട് കളഞ്ഞ കാരണം പിന്നെ ഞാൻ പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കാതെ ദിവസം കൂലിക്ക് ആള് വന്ന്. അപ്പൊ അതുകൊണ്ട് ദിവസം രാവിലെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു പൈസ പോലും കാണൂല. പണി തീർന്ന് പോകുമ്പോ അവർക്ക് എന്തായാലും പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഒരു ദിവസം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ പൈസ എങ്ങനെ ഒപ്പിച്ചു കൊടുക്കും? ഓരോ ദിവസം പണിക്ക് രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും ഉണ്ടാവില്ല. അവരെ ഞങ്ങൾ പോയി കണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ ചെന്നാൽ മതി. ഉച്ചയ്ക്ക് അവര് ഫുഡ് കൊണ്ടുപോകുള്ളൂ. അപ്പൊ വൈകുന്നേരം ചായ കൊടുക്കാറാകുമ്പോ വരാട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഒന്നെങ്കിൽ എൻ്റെ ടീച്ചർമാരില്ല, അനിയൻ്റെ ടീച്ചർമാരില്ല, അമ്മയ്ക്ക് അറിയാവുന്ന ആരുടെയും വീട്ടില് അങ്ങനെ ആദ്യമൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി. പിന്നെ അറിയാൻ മേലാത്ത ആൾക്കാരുടെ വീട്ടിൽ ചോദിക്കും പൈസ. ഇതുപോലെ വീട് പണിയാണ്, ഞങ്ങക്ക് വേറെ ആരുമില്ല. അതാണ് ഞങ്ങക്ക് ഏറ്റവും ഇപ്പൊ സങ്കടം. ഞങ്ങക്ക് ബന്ധുക്കാരുണ്ട്, എല്ലാ ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നാ വരെ ഒരു 100 രൂപ പോലും അവര് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് അവര് തരാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാ അമ്മ ഈ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതിന്റെ ഇതും അവർക്കുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പൊ അമ്മയോട് അച്ഛന്റെ വീട്ടുകാര് ആദ്യം മോലെ സഹായില്ല. എനിക്ക് അവരെ കുറിച്ച് അറിയത്തേ ഇല്ല. കാരണം അച്ഛന്റെ വീട് മാവേലിക്കര. ആ വീട്ടിൽ പോയിട്ടുണ്ടോ ഇയാള്? ആ വീട്ടിൽ ഞാൻ 10ാം ക്ലാസ്സിന്റെ വെക്കേഷന് 11 വർഷം കൂടിയിട്ട്, ഞാൻ ജനിച്ചിട്ട് അവിടുന്ന് പോന്നിട്ട് 11 വർഷം കൂടിയിട്ട് പോയിട്ടുണ്ട്. അന്ന് കണ്ടപ്പോ എല്ലാരും എന്നെ അതിശയിച്ച് നോക്കി. ആദിത്യ ഇത്ര വളർന്നോ, നല്ല കുട്ടിയായാലും മിടുക്കിക്കുട്ടിയായാലും എന്നൊക്കെ പറഞ്ഞു കുറെ പേര്. ഇല്ല, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ അമ്മ അച്ഛൻ വേറെ കല്യാണം കഴിച്ചിരുന്നു. അതായത് അച്ഛൻ ഇപ്പൊ വേറെ കല്യാണം കഴിച്ച 2 കുട്ടികളുണ്ട്. അവിടെ നല്ല ജീവിതം. അമ്മയുടെ ചേട്ടന്റെ ഭാര്യ അച്ഛന്റെ ബന്ധുക്കാരാണ്. അപ്പൊ ആ വഴിയാണ് ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിയണത്. അപ്പൊ അച്ഛൻ നല്ല ജീവിതത്തിലാണ് എന്നറിയുമ്പോ ഞങ്ങക്ക് സങ്കടമൊന്നും ഉണ്ടായിട്ടല്ല. അച്ഛന്റെ കുട്ടികളല്ലേ ഞങ്ങളും. പക്ഷെ ഞങ്ങളെ നോക്കാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇല്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ സാർ. 30,000 രൂപയുടെ ചോദ്യം കേട്ടോ. ഇനി 30,000. ഓക്കെ സാർ. അങ്ങോട്ട് നോക്കിയ ഒരു വീഡിയോ കാണിച്ചു തരാം. മോൾ അങ്ങോട്ട് നോക്കിയോ. പാട്ട് കണ്ടല്ലോ, ഫോൺ ഡയലിംഗ് കണ്ടല്ലോ. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ കുറുക്കന്റെ കല്യാണം, ഓപ്ഷൻ ബി പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓപ്ഷൻ സി കളിയിൽ അല്പം കാര്യം, ഓപ്ഷൻ ഡി അരം പ്ലസ് അരം സമം കിന്നരം, ഓപ്ഷൻ ഇ ഹലോ മൈ ഡിയർ റോങ് നമ്പർ. സാർ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണോ എന്നൊരു സംശയമാണോ? അത് അതിനകത്ത് ഫോണിന്റെ റോങ് നമ്പർ ഡയൽ ചെയ്യുന്ന കണ്ടോണ്ടാണോ? അതുകൊണ്ടാ. ഓക്കെ, ഉറപ്പിക്കാണോ? സംശയമാണ്.
സമയം ഉറപ്പിക്കാം സാർ. ഉറപ്പിക്കാം. ഓപ്ഷൻ ഇ ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാം സാർ. ചോദിച്ചാൽ 30,000 രൂപ. തെറ്റിയാൽ എത്രയാ? 2,000 രൂപ. അത് മതിയോ? അത് പോരാ സാർ, വീട് പണി എങ്ങനെയും തീർക്കണം. തീർക്കണം, അത് നിർബന്ധമോ അല്ലേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി പൂട്ടട്ടോ ഞാൻ. ഓപ്ഷൻ ഡി പൂട്ടി. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാ. അപ്പൊ 30,000 രൂപ കിട്ടി. ഓക്കെ, കുട്ടേട്ട എന്തോ ചോദിക്കാൻ വരുന്നു. ആദിത്യ, എന്തോ കുട്ടേട്ടാ? ആദിത്യ ഒരിക്കൽ ഒരു ചായക്കടയിൽ ചെന്നപ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്ക് 1,00,000 രൂപ സമ്മാനമായി തന്നു കുട്ടേട്ടാ. ശരിയാണോ? ശരിയാ കുട്ടേട്ടാ. അതാരാ തന്നത്? അത് നിങ്ങളുടെ നാട്ടിൽ അത്രയും പൈസയൊക്കെ തരാൻ ആൾക്കാരുണ്ടോ ഈ കുറുപ്പൻ തറയില്? ഇല്ല സാർ, അങ്ക് വഴി കിടന്ന് പോലും ഒരു കാശ് കിട്ടിയിട്ടില്ല. ഇല്ല. പക്ഷെ അത് ആരാന്ന് അറിയത്തില്ല സാർ. പക്ഷെ ആ സമയത്ത് ആ സാർ അത് തന്നത് ഞങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട സമയം ചോദിച്ചില്ലേ? ആ ചോദിച്ചു, പക്ഷെ സാറ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അതെന്തായിരുന്നു സംഭവം? എവിടെ വെച്ചാ കണ്ടത്? അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പണിയുടെ വാർക്ക സമയത്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഡെയിലി ഞങ്ങൾ ഇതുപോലെ ഡെയിലി പോയി ഓരോ വീടുകളിൽ പോയി ചോദിക്കല അമ്മയും പണി. അപ്പൊ അമ്മ ഈ ജോലിക്ക് പോവാത്തത് കൊണ്ട് അമ്മയ്ക്ക് സാലറി ഒന്നും ഇല്ല. അപ്പൊ ഡെയിലി ഞങ്ങൾ അറിയാവുന്ന വീട്ടിലൊക്കെ പോയി ചോദിക്കാറാ പതിവ്. അങ്ങനെ പോയി ചോദിച്ചാ അങ്ങനെ കൊറേ പേരൊക്കെ സഹായിക്കും, പക്ഷെ കൊറേ പേരൊക്കെ ഇല്ലാന്ന് പറയും. കൊറേ പേരൊക്കെ ആട്ടി ഓടിക്കാറുണ്ട്, നിങ്ങള് പറ്റിക്കാൻ വരുന്നവരാ തട്ടിപ്പുകാരൊക്കെയാന്ന് പറഞ്ഞു. കുറച്ചു പേരൊക്കെ. പിന്നെ കൊറേ പേരൊക്കെ സഹായിക്കട്ടോ, അമ്മമാരായിട്ട് കൊറേ പേരൊക്കെ സഹായിക്കും. അവരുടെ ഒക്കെ സഹായം കൊണ്ട് ഞങ്ങളുടെ വീട് അത്ര ഞങ്ങള് പണി തീർത്തില്ലല്ലോ അവിടെ കേറി കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വാർക്ക് കഴിഞ്ഞപ്പോഴേ കേറി കിടന്നു. വീട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വാതില് വെച്ചായിരുന്നു. അപ്പോഴേക്കും അപ്പൊ ഈ നമ്മുടെ 1,00,000 കണ്ടത് 1,00,000 അപ്പോഴേക്കും സാറേ ഞങ്ങളുടെ വാർക്കയായിരുന്നു. വാർക്കയ്ക്ക് പൈസ ഇല്ല. അപ്പൊ പിറ്റേ ഞായറാഴ്ച ദിവസം വാർക്ക. അപ്പൊ 15 പണിക്കാർ വരികയാണ്. അവർക്ക് 15,000 രൂപയും വാർക്കയായിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളും ചെലവും ഒക്കെ വേണം. അപ്പൊ ഞങ്ങളുടെ കയ്യിലാന്ന് ഒരു പൈസ ഇല്ല. അപ്പൊ ഞങ്ങള് ശനിയാഴ്ച രാവിലെ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ അറിയാവുന്ന ആരുടെയും വീട്ടിൽ പോയി ചോദിക്കാന്നുള്ളതില്ല. ശനിയാഴ്ച അങ്ങനെ കുറെ എന്റെ ടീച്ചേഴ്സിന്റെ വീട്ടിൽ പോയി, അനിയന്റെ ടീച്ചേഴ്സിന്റെ വീട്ടിൽ പോയി, അമ്മയ്ക്ക് അറിയാവുന്ന കൂട്ടുകാരുടെ വീട്ടിൽ പോയി. അങ്ങനെ ഒരുപാട് ദൂരെ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് 2 വീലർ ഉണ്ട്. അപ്പൊ അതില് പെട്രോൾ തീരുന്നോടം വരെ എങ്ങനെയൊക്കെ കറങ്ങും. പൈസ നമുക്ക് വീട് പണിക്ക് കിട്ടണ്ടേ സാർ. അതുകൊണ്ട് ഞങ്ങള് പൈസ ഞങ്ങക്ക് കയ്യിൽ കിട്ടാൻ ഉറപ്പായിട്ട് ഞാൻ അവരെല്ലാം പോയി തിരിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയ്ക്ക് 10,000 രൂപ മാസം കിട്ടുള്ളൂ. പക്ഷെ അത് ഞങ്ങക്ക് ഇപ്പൊ ജീവിക്കാൻ പോലെ ഞങ്ങക്ക് പറ്റുന്നില്ല ഡെയിലി. അപ്പൊ സാറേ അന്ന് വാർക്കപ്പണിക്ക് 15,000 രൂപ വേണം. അപ്പൊ രാവിലെ ഞങ്ങൾ എല്ലായിടത്തും പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 15 രൂപ കിട്ടിയില്ല. അത് കഴിഞ്ഞ് രാത്രിയായി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു 3,500 രൂപയുടെ കുറവും കൂടി വേണമായിരുന്നു. അപ്പൊ രാത്രിയായിട്ട് ഞങ്ങൾക്ക് ഒന്നാമത്തെ ഞാനും എൻ്റെ അമ്മയും 6 മണി കഴിഞ്ഞാൽ വീടിന്റെ വെളിയിലേ ഇറങ്ങുന്നില്ല. അത്ര പേടിയുള്ള കൂട്ടത്തില്ല. അമ്മ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നോണ്ട് അമ്മയ്ക്ക് രാത്രി വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാ. അപ്പൊ അന്നാണെങ്കിൽ ഇതുപോലെ രാത്രിയായിട്ടും 3,500 കൂടെ കിട്ടണം. അപ്പം വാർക്കയുടെ സമയത്ത് നമുക്ക് എങ്ങും പോവാനൊന്നും പറ്റത്തില്ല. അവരുടെ കൂടെ തന്നെ ഫുള്ള് നിന്ന് ആ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക വേണ്ടത്. അപ്പോഴേക്ക് ഞങ്ങൾക്ക് പൈസ ശരിയല്ല. അപ്പൊ ഞാനാണെങ്കിൽ പഠിക്കുന്ന വയലേല് സ്കൂളില് സ്കൂളിന്റെ വകയല്ല, അടുത്തൊരു പള്ളിയുണ്ട്. അപ്പൊ ഞങ്ങൾ കൂടുതൽ പള്ളി അച്ഛന്മാരെ ചോദിക്കുക. പള്ളിയിലെ അച്ഛന്മാരോട് ചോദിക്കുമ്പോൾ അവര് ഒരിക്കലും ഒരു പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ ഒന്നും തരാതെ വിട്ടിട്ടില്ല. ഇല്ല, ഒരു 10,000 500 എങ്കിലും ഞങ്ങൾക്ക് എല്ലാ പള്ളിയിൽ നിന്നും തരും. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയും കിട്ടണാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വയലാ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിലെ പള്ളിയിൽ പോയി ചോദിക്കുക. അത് ഒരുപാട് ദൂരം പോകണം. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് പോയി കഴിഞ്ഞാൽ രാത്രിയാണ്, ഒരുപാട് ദൂരം പോകണം. എങ്ങനെയും പൈസ കിട്ടുവാണെങ്കിൽ വേഗം തിരിച്ച് വീട്ടിൽ പോവാൻ. അനിയനെ ഒറ്റയ്ക്കാ വീട്ടില്. അപ്പൊ എങ്ങനെയും തിരിച്ച് വീട്ടിൽ പോവാന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പോഴേക്കും ഞങ്ങളാണെങ്കിൽ ഇത് പോകുന്ന വഴിക്ക് അമ്മ അപ്പം ഒരു ബാങ്കിൽ ചിട്ടിയുടെ പിരിവ് നടത്തുമായിരുന്നു. അപ്പം ചിട്ടിപ്പിരിവ് അപ്പോഴേക്കും ആ കടയിൽ അങ്ങ് പോകുന്ന വഴിക്ക് അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ കടയാണ് പിരിവ് നടത്തുന്ന കട. ആ ചേട്ടനും ഒരു ചേച്ചി അവിടെ ഉള്ളത്. അവരെ നന്നായിട്ട് അമ്മയ്ക്ക് അറിയാം. എന്നാൽ ഇവരോട് ചോദിക്കുകയാണെങ്കിൽ അത്ര ദൂരം രാത്രി പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ കയറി ആ ചേട്ടനോട് 3,500 രൂപ ചോദിക്കുക. അത് കിട്ടി ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ പോവാം. പിറ്റേ ദിവസം വാർക്കയ്ക്ക് ഉള്ളതാവും. അപ്പൊ അന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കടയിൽ കയറി. അപ്പൊ കടയിൽ കയറിയപ്പോൾ നിറയെ ആൾക്കാരാ. അപ്പൊ എങ്ങനെ അവരോട് പൈസ ചോദിക്കും? നിറയെ ആൾക്കാരല്ലേ, നാണക്കേടല്ലേ എന്നൊക്കെ ഓർത്തിട്ട് എന്നാ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച്, ചായക്കുള്ള കാശുണ്ടല്ലോ, ചായയൊക്കെ കുടിച്ച് എങ്ങനെയും ചോദിക്കാന്ന് ഓർത്ത് ഞങ്ങൾ 2 ചായയൊക്കെ മേടിച്ച്
ചോദിക്കാൻ ഓർത്തിരിക്കുക. അപ്പൊ ചോദിക്കാൻ ഓർത്തിരിക്കുമ്പോഴേക്കും ആ ചേട്ടൻ അറിയാവുന്നൊരു സാറാണ് ഓപ്പോസിറ്റ് ഇരുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ ചേട്ടനോട് പൈസ ചോദിക്കുന്നത് ആ സാറ് കണ്ട്. ആ സാറ് കണ്ടിട്ട് അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവർക്ക് നേരത്തെ അറിയാം, ആ സാറിനും ആ ചേട്ടൻ നേരത്തെ, കടയുടെ ചേട്ടന് നേരത്തെ അറിയാം. അപ്പൊ ഇതുപോലെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ ഇല്ല, ചേട്ടന് ഓൾറെഡി കുറെ കടങ്ങളുണ്ട്, അപ്പൊ പൈസ ഇപ്പൊ ഇല്ലാന്ന്. കടയ്ക്ക് അവർക്ക് ഡെയിലി ഓരോ എക്സ്പെൻസ് ഉണ്ടല്ലോ, കടയ്ക്ക് ചായക്ക് പാല് മേടിക്കണം, ഉച്ചയ്ക്ക് ഊണിനുള്ള ചിലവ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ആ സാറിനോട്, ആ ചേട്ടനോട് ആ പൈസ ചോദിക്കുന്നതും ആ സാറ് കണ്ട്, ഇല്ലെന്ന് പറയുന്നതും ആ സാറ് കണ്ട്. അപ്പം അത് കഴിഞ്ഞ് കുറേ നേരം ആ സാറ് നോക്കിയപ്പോൾ ആ ചേട്ടൻ സാറിനോട് പറഞ്ഞു, ഇതുപോലെ ഈ പിള്ളേർ 3500 രൂപ കിട്ടാൻ വേണ്ടി ചോദിച്ച് വന്നയാ, അവർക്ക് നാളെ വാർക്കയാണ് എന്ന് പറഞ്ഞു, അവർക്ക് വേറെ ആരും ഇല്ല സഹായിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ സാറ് എഴുന്നേറ്റ് വെളിയിലോട്ട് പോയപ്പോൾ ആ സാറിന് ഒരു ചായ ഒരു കടിയാണ് മേടിച്ചത്. അപ്പം 20 രൂപ പിന്നെ തന്നേക്കാന്ന് പറഞ്ഞാൽ ആ സാറങ്ങ് പോയി. ആ സാറങ്ങ് പോയപ്പോൾ ഞാനും അമ്മയും ഓർത്ത്, സത്യം പറഞ്ഞാൽ ആ സാറിൻ്റെ നോട്ടോ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് 3500 രൂപ തരുമായിരിക്കും, അപ്പോൾ നമുക്ക് ഇനിയും പള്ളിയിലേക്ക് ഒരുപാട് ദൂരം പോവണ്ടല്ലോ, അപ്പം 3500 രൂപ തരുമായിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ ആ സാറാണെങ്കിൽ അങ്ങ് എഴുന്നേറ്റ് വണ്ടിയിൽ, ഒരു കാറല്ല വന്നേ, കാറയിലേക്ക് അങ്ങ് പോയിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത്, ദൈവമേ, അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ആ സാറ് പോയല്ലോ, ആ സാറ് 3500 രൂപ തരുമെന്നാണ് ഞാൻ ഓർത്തയാമ്പീന്ന്. അപ്പം സാറങ്ങ് വണ്ടിയെ കയറി പോയിട്ട് സാറ് വണ്ടി എടുക്കുന്നേ ഇല്ല. കുറേ നേരം വണ്ടി അവിടെ നിർത്തിയിട്ടേക്കാം. അപ്പം ഞങ്ങൾ ഓർത്ത്, ഈ സാറെന്നെ പോവാത്തിന് നമുക്ക് വല്ലതും തരാനായിട്ടാണോ, ഞങ്ങളിങ്ങനെ ഓർത്തിരിക്കുക. അപ്പം സാറങ്ങ് വണ്ടിയെ പോയിരുന്നിട്ട് സാറങ്ങ് തിരിച്ച് വന്നാൽ കടയിലെ ചേട്ടനെ വെളിയിലോട്ട് വിളിച്ചിട്ട് ചോദിച്ച്, ഇവരെ അറിയുമോ, ഇവരെവിടെയുള്ളതാണെന്നൊക്കെ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ഇവരെ അറിയാം, ഈ എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ എപ്പോഴും ചിട്ടിയുടെ പിരിവെടുക്കാൻ വരുന്നത്, ഇവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെയാണ്, ആരുമില്ല സഹായിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സാറ് അമ്മേനെ അടുത്തോട്ട് വിളിച്ചിട്ട് ഒരു 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ എടുത്തോ, വീട് പണിക്ക് എടുത്തോളാൻ പറഞ്ഞു കൊടുത്ത്. അമ്മയാണ് ആകെ കൂടെ സ്റ്റെക്കായിട്ട് ആ കാശ് പോലും വാങ്ങാതെ ഫുൾ കരഞ്ഞു നിൽക്കും. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അത്ര രൂപ ഒന്നിച്ച് കണ്ടിട്ടില്ല. അപ്പം ഈ വീട് പണിക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് കാശ് കിട്ടുന്നത്. അപ്പം 1 ലക്ഷം രൂപ വാർക്കയ്ക്ക് അവർ ഇട്ട് തന്നെങ്കിൽ പോലും നമ്മളത് ഒരു ദിവസം ATM-ൽ നിന്ന് 25,000 രൂപ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് 4 ദിവസം 25,000 രൂപ എടുത്ത് 4 കടം അങ്ങ് കൊടുക്കും. പിന്നെ അത്രയും കടക്കാരുടെ വിളി ഒഴിവാകുമല്ലോ പറഞ്ഞിട്ട്. അപ്പോഴേക്ക് ഈ ഇത്രയും പൈസ ഒന്നിച്ച് ഇങ്ങനെ കൈ കിട്ടിയപ്പോഴേ ഞങ്ങൾക്ക് അത് അപ്പം ഒരു 3500 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ ആ രാത്രിയിൽ അവിടെ പോയിരുന്ന ചേട്ടനോട് ചോദിക്കാൻ പോയി. ഞങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ കൈ കിട്ടിയപ്പോൾ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ ഹിന്ദു ആണ്, എന്തോ അദ്ദേഹം ആരാന്ന് പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ കാണക്കാരിലെ വീട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾ പെരുവാസോലിക്ക് ഉറപ്പായിട്ടും വിളിക്കും, സാറ് ഉറപ്പായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അയ്യോ എനിക്ക് വരാനൊന്നും പറ്റത്തില്ല, എസ്റ്റേറ്റ് ഒക്കെ ഉള്ളതാണ്, ഞാൻ തിരക്കായിരിക്കും, എന്നാലും എൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സാറ് പോയി. അതെ, പിന്നെ സാറിനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, സാറിനെ കാണാൻ പറ്റില്ല. ഈ ഷോ കാണുമ്പോൾ സാറിനോട് എന്താ പറയുക, ക്യാമറ നോക്കി പറഞ്ഞു, സാറ് ഒരുപാട് നന്ദിയുണ്ട്, ആ സാറാ കാശപ്പം തന്നത്. ഞങ്ങൾ അപ്പം പിറ്റേ ദിവസം വാർക്കയും പണിതു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് കടവും കൊടുക്കാൻ പറ്റി, വീട് കുറച്ചുകൂടി പണിയാനും പറ്റി. താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് താങ്ക് യു പറയും സാർ. അത് ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയോണ്ടാണ് ഞങ്ങൾക്ക് പിറ്റേ ദിവസം വാർക്കയ്ക്ക്, അത് കഴിഞ്ഞ് ആ വാർക്കയ്ക്ക് പൈസ കൊടുക്കാൻ നമ്മുടെ തികഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് ആ വീട്ടിൽ കയറി കിടക്കാൻ പറ്റിയല്ലേ? ആ പറ്റി സാർ. അപ്പൊ ആ വാർക്ക് കഴിഞ്ഞോണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയതില്ലേ. പിന്നെ അത് പിറ്റേ ദിവസം പൈസ തികഞ്ഞില്ല സാർ. അപ്പം 1 ലക്ഷം മാറാൻ പറ്റത്തില്ല, ഞായറാഴ്ച. അപ്പൊ ഹിന്ദിക്കാരെ പണിതുകൊണ്ടിരുന്നത് 15 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ കാശുണ്ടല്ലോ, ആ ഉറപ്പിൽ ഞങ്ങൾ പറഞ്ഞ് ഫുഡൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കാശുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, പണിക്കൂലി ഞങ്ങൾ തിങ്കളാഴ്ച തരാം. ഇതുപോലെ ഞങ്ങൾക്ക് ഒരു ചെക്ക് കിട്ടി, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ചെക്ക് കിട്ടി. അപ്പൊ അത് മാറിയിട്ട് തിങ്കളാഴ്ച തരാന്ന് പറഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ചെക്ക് മാറി ഞങ്ങളെ പൈസ കൊടുത്ത് അവർക്ക്. സന്തോഷമായി. ആ പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് 40,000 രൂപയുടെ ചോദ്യം. 40,000 മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന ഹോമിയോ ഡിസ്പെൻസറി 2013 ആരംഭിച്ചത്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി ആലപ്പുഴ, ഓപ്ഷൻ ഇ തിരുവനന്തപുരം. എവിടെയായിരിക്കും ഒഴുകുന്ന ഹോമിയോ ഡിസ്പെൻസറി? ആലപ്പുഴയായിരിക്കും സാർ. ഉറപ്പുണ്ടോ? സംശയമാണ്.
എന്നാൽ ആലപ്പുഴയിലാണ് കൂടുതൽ വെള്ളം ഒഴുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആലപ്പുഴ ആവാനാ സാധ്യത. അപ്പൊ പൂട്ടട്ടെ? പൂട്ടിക്കോ സാർ. ഓപ്ഷൻ ഡി ആലപ്പുഴ. പൂട്ടട്ടോ? പൂട്ടിക്കോ സാർ. പൂട്ടി. ഞാൻ പൂട്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണോ സാർ? ശരിയാണ്. കുട്ടനാട്ടിലാണ് അത് ആരംഭിച്ചത്. കുട്ടനാട്ടിലാണ്. അവിടെ ആകുമ്പോ ഒഴുകുന്ന ഡിസ്പെൻസറി ആവാമല്ലോ. ഓക്കെ. അപ്പൊ 40,000 രൂപ. ഈ നിങ്ങൾ രണ്ടുപേരെ അച്ഛൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചായിരുന്നു ഇടയ്ക്ക്? അതെപ്പോഴായിരുന്നു? അത് അച്ഛൻ ഞങ്ങളുടെ വീട്ടില് ആ സമയത്ത് ഉണ്ടായിരുന്നു. എത്ര കാലത്തിന് ശേഷം? അത് 2.5 വയസ്സുള്ളപ്പോ പോയതാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ചേച്ചിയുടെ കേറി താമസത്തിന്റെ സമയത്ത് എങ്ങാണ്ടാന്നാ തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ വന്നിട്ടും കയറ്റിയോ പുള്ളിക്കാരനെ? എന്തോ ഇടയ്ക്കിടയ്ക്ക് വന്നാ കയറ്റിയോ വീട്ടില്? ഒരുമിച്ച് പോയാ ഇപ്പം അനാഥരാകേണ്ട കാര്യമില്ലല്ലോ. ഒന്നിച്ച് പോകാൻ പറ്റുമോ നോക്കി അല്ലേ? ഒത്തിരി നോക്കി. ഓക്കെ. എന്നിട്ട് അപ്പൊ അച്ഛനായതുകൊണ്ട് ഇപ്പോഴും പറയും സാർ, ഞങ്ങൾക്ക് ഓരോ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോ അമ്മ പറയും ഇതൊന്നും കാണാൻ നിങ്ങളുടെ അച്ഛനില്ലല്ലോ. അപ്പൊ ഇപ്പൊ അച്ഛൻ കാണുന്നുണ്ടോന്നറിയില്ലേ? ഞങ്ങൾ ഇത്ര ആയെന്നുള്ളത് അച്ഛനൊന്ന് അറിയണമെന്നുണ്ട് എനിക്ക്. അച്ഛനെന്ന് നേരി കാണണമെന്നുണ്ട്. കാരണം അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛൻ ഇപ്പം വേറെ കെട്ടിയിട്ടുണ്ട്, 2 കുട്ടികളുണ്ട്. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര അടിയും വഴക്കുള്ള ആളായിട്ട് അറിയാം. സ്നേഹമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമായപ്പോ ഭയങ്കര സ്നേഹം. പക്ഷെ അടിയും വഴക്കാണ് എപ്പോഴും ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് എനിക്ക് അച്ഛനെ കാണാനൊരാഗ്രഹം. അത് ഇനി അവര് സമ്മതിച്ചില്ലെങ്കിലോ? ആ പുതിയ വീട്ടുകാര് അത് സമ്മതിക്കുവല്ല സാർ. അവര് സമ്മതിക്കൂല. പക്ഷെ ഞങ്ങളുടെ അച്ഛനല്ലേ ഒന്ന് ആദ്യം നിങ്ങളുടെ അച്ഛനാ അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അല്ലേ ഒന്ന് കാണണമെന്നുണ്ടോ? കണ്ടാൽ അച്ഛനോട് എന്താ ചോദിക്കാന്? എന്തിനാ ഇട്ടിട്ട് പോയത് ചോദിക്കും അല്ലേ? അത് ചോദിക്കാൻ വേണ്ടിയാണ് അച്ഛനെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ 2.5 കൊല്ലത്തിന് ശേഷം അച്ഛൻ വന്നു സാർ. വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചോ? അപ്പൊ ഞങ്ങൾ അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പൊ അച്ഛന്റെ സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പൊ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ അമ്മ സ്വീകരിക്കും. അപ്പൊ എല്ലാരും ചോദിക്കും എന്താ. അപ്പൊ കോടതി വഴിയൊക്കെ ഞങ്ങളെ ഒരു വേർതിരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അത്ര അടിയൊക്കെ ആയിട്ട് അമ്മക്ക് സഹിക്കാൻ പറ്റാതൊക്കെ ആയിട്ട്. അപ്പം ഇല്ല ഇപ്പൊ ഡിവോഴ്സ് നിയമപരമായിട്ടില്ല. അപ്പൊ എന്നിട്ടാണ് അച്ഛൻ ഇപ്പൊ വേറെ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ അച്ഛൻ വരുമ്പോഴേക്കും അമ്മ കയറ്റും. അപ്പൊ എല്ലാരും ചോദിക്കും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ അടിമേടിക്കാനാണോ? പക്ഷെ ഞങ്ങളുടെ അച്ഛനായാലും അമ്മയുടെ ഞങ്ങൾക്ക് അച്ഛനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കുടുംബം നല്ലോണം. ഇപ്പൊ അച്ഛനില്ലാത്തതിന്റെ പ്രശ്നം ഒരുപാടാ വീട്ടില്. അപ്പൊ അച്ഛനില്ലാത്തോണ്ടല്ലേ എനിക്കിപ്പം അമ്മയുടെ വീട്ടുകാർ, അച്ഛന്റെ വീട്ടുകാരും ആരും ഇല്ലാത്ത. അപ്പൊ പക്ഷെ എനിക്ക് എന്റെ അമ്മ അനിയനും ഉണ്ട് കൂടെയെങ്കിലും എനിക്ക് എല്ലാരും വേണമെന്നുണ്ട്. എന്നിട്ട് അച്ഛൻ നിങ്ങളോട് കൂടെ ചെല്ലാൻ പറഞ്ഞോ? ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സ്വന്തം അച്ഛനല്ലേ. അപ്പൊ ഞങ്ങൾ അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു മക്കൾ നമുക്ക് കറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ബൈക്കുണ്ട്. അപ്പൊ ഇത് അമ്മ അറിയുന്നില്ല. അമ്മ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട്. അപ്പൊ ഞങ്ങൾ ആരും തട്ടിക്കൊണ്ടൊന്നും പോകുന്നല്ലോ, സ്വന്തം അച്ഛനല്ലേ. അപ്പൊ അച്ഛൻ്റെ കൂടെ കറങ്ങാനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോയി. അച്ഛൻ കുറെ പാർക്കിലൊക്കെ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കുറെ സ്ഥലത്ത് കറങ്ങാൻ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഞങ്ങളെ അമ്മയുടെ അനിയന്റെ വീട്ടിലും കൊണ്ടുപോയി. അപ്പൊ അവിടെ ഞങ്ങളുടെ പ്രായത്തിലുള്ള കസിൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവരുടെ കൂടെ കളിച്ച് അച്ഛൻ കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അച്ഛൻ തട്ടിക്കൊണ്ട് സ്വന്തം അച്ഛനല്ലേ, തട്ടിക്കൊണ്ട് പോകുന്ന അറിയില്ല. അപ്പൊ അമ്മ അപ്പോഴേ സീനാക്കി. അമ്മ ഭയങ്കര പ്രശ്നമാണ്. അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും അമ്മയുടെ അടുത്ത് വേണം. അമ്മയ്ക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങളെ കാണാതായപ്പോഴും അമ്മയ്ക്ക് അപ്പോഴേ ഭയങ്കര ഇമോഷണലായി. അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും, റോഡ് വഴിയൊക്കെ ഓടും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് അമ്മ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛൻ അങ്ങനെ കൊണ്ടുപോയപ്പോ ആ വീട്ടിൽ കൊണ്ടുപോയപ്പോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ശരിക്കും അറിഞ്ഞിരുന്ന ഞങ്ങൾ അവരോട് സഹായം തേടിയേനെ. ഇതുപോലെ അച്ഛൻ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോവുക, ഞങ്ങൾ രക്ഷിക്കണം. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, പ്രായമല്ലേ. അപ്പൊ ഞാൻ ഏതാണ്ട് 5ാം ക്ലാസ്സിൽ അങ്ങനെ ഏതാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അച്ഛൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അന്ന് രാത്രി പോകാൻ പറ്റിയില്ല. അത് കറങ്ങിയൊക്കെ വന്നപ്പോ രാത്രിയായി. അപ്പൊ അന്ന് രാത്രി പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ രണ്ടുപേരെയും തട്ടിക്കൊണ്ട് പോകാനായിരുന്നു അച്ഛന്റെ പ്ലാൻ. അപ്പൊ അമ്മയുടെ അച്ഛന്റെ നാട്ടിലോട്ട്, അമ്മയുടെ അടുത്ത് നിന്ന് അച്ഛന്റെ നാട്ടിലോട്ട് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകാനായിരുന്നു. അല്ല, അമ്മേനെ കൊണ്ടുപോകത്തില്ല. കാരണം അച്ഛന്റെ അമ്മയ്ക്ക് അമ്മേനെ ഇഷ്ടമല്ല. കാരണം ഇവര് തമ്മില് ഞങ്ങളെ ഇഷ്ടമാണെന്ന്
ചോദിച്ചാൽ എനിക്കറിയില്ല. അച്ഛൻ കൊണ്ടുപോകാൻ തീരുമാനിച്ച്. പക്ഷെ അച്ഛൻ്റെ അമ്മ ഞങ്ങളോട് അങ്ങനെ സ്നേഹമായിട്ടൊന്നുമില്ല. കാരണം ഇവരുടെ ലവ് മാരേജ് ആയതുകൊണ്ട് അമ്മ ഒളിച്ചോടി പോയതാണല്ലോ. അപ്പൊ അമ്മയുടെ വീട്ടുകാർ അമ്മയ്ക്ക് സ്ത്രീധനമൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനമുള്ള മരുമോളെ വേണം. അപ്പൊ എപ്പോഴും അമ്മയോട് പറയും, എടി സ്ത്രീധനം വാങ്ങിച്ചോണ്ട് വാ, സ്ത്രീധനം വാങ്ങിച്ചോണ്ട് വാന്ന് പറഞ്ഞ് അമ്മേനെ വീട്ടിലോട്ട് വിടുക. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് അടിയും വഴക്കം ഉണ്ടാക്കുക. അച്ഛൻ ഭയങ്കര പാവാണ്. അച്ഛൻ പാവാണ്. പക്ഷെ ഈ അച്ഛൻ്റെ പെങ്ങള് കൂടി അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്താണ് അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞു പോയത്. രാവിലെ നിങ്ങളെ കൊണ്ടുവന്ന് തീരുമാനിച്ചു. അപ്പൊ രാത്രി ഞങ്ങൾ അന്ന് ഞങ്ങളെ കൊണ്ടുപോയത് അന്ന് ഞങ്ങൾ താമസിച്ച വാടക വീട്ടിലാ. അപ്പൊ അന്ന് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് നിന്നിരുന്നേ. അപ്പൊ ഞങ്ങൾ അവിടെയാണെന്ന് അച്ഛൻ അറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ ഒരു റൂം പോലെ, ആ റൂമിന്റെ ഭിത്തിയുടെ അപ്പുറത്ത് ഓണറിന്റെ വീടാ. ആ ഓണർ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകന്റെ കൂട്ടുകാരനാ. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന കാര്യം ആ ചേട്ടൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരിവിടെ ഉണ്ടെന്ന്. അപ്പോഴേക്ക് അന്ന് രാത്രിയിൽ അമ്മ പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോലീസുകാർ വരാൻ വേണ്ടിയിട്ട് വൈകി. അപ്പൊ ആദ്യം നേരത്തെ ഞങ്ങളെ കിട്ടിയല്ലോ എന്ന് ഓർത്ത് അമ്മ വേഗം വണ്ടിയും ഓട്ടോയും വിളിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് പോന്നു. ഞങ്ങളുടെ അടുത്തേക്ക് പോന്നപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ അനിയൻ കുഞ്ഞല്ലേ, അവൻ ഉറങ്ങി. പക്ഷെ ഞാൻ ഉറങ്ങാതെ ഭയങ്കര കരച്ചിലാന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ അച്ഛൻ ഉറങ്ങും. അപ്പൊ ആ ചേട്ടന് ഞങ്ങളുടെ ഇവിടെ ഒരു ഡോറുണ്ട്, ആ റൂമിൽ തന്നെ ഡോറുണ്ട്. അപ്പൊ ആ ഡോറിൽ നിന്ന് ഞങ്ങളിങ്ങനെ അച്ഛൻ അറിയാതെ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അങ്ങനെ കൊടുക്കുന്നതിനിടയ്ക്ക് അച്ഛൻ എഴുന്നേറ്റ് ഭയങ്കര പ്രശ്നമായി. അച്ഛൻ ഈ ആശാരിപ്പണി, അപ്പൊ ഉളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ. അച്ഛൻ അപ്പം ആശാരിപ്പണി നോക്കിയിട്ടാ ഞങ്ങളെ വീട്ടിൽ വരുമ്പം പണി ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഉളിയൊക്കെ എടുത്ത് വീശാൻ വഴി ഭയങ്കര അടി. അപ്പൊ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വയറ്റിൽ കടിച്ചു പറിച്ച്, പിന്നെ അമ്മേനെ അച്ഛൻ ചവിട്ടി, ഉളിയൊക്കെ എടുത്ത് വീശി. അങ്ങനെ ഭയങ്കര പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ വന്നത്. പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിലൊക്കെ ആക്കി. അങ്ങനെ പിന്നെ അച്ഛനെ അന്ന് പോലീസ് സ്റ്റേഷനിലാക്കി. പിന്നെ അച്ഛൻ ആ നാട്ടിലോട്ട് പോവാ, ഞങ്ങളെ കൊണ്ടുപോയില്ല. ഈ കോടതി പോയോ പിന്നെ? കോടതി പോയിട്ട് കോടതി പോകുമ്പോഴൊക്കെ കോടതിക്കാർ പറയാ അവർക്ക് ഇപ്പൊ എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞങ്ങളോട് അച്ഛൻ്റെ കൂടെ പൊക്കോളാൻ പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു അച്ഛൻ്റെ കൂടെ പൊക്കോളാൻ കോടതി പറഞ്ഞപ്പോ അനിയും കുഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയും പോവാൻ മോളെ നമുക്ക് അച്ഛൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ കൂടെ അന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവൂല. എനിക്ക് ആ ഭയങ്കര അടിയും അതൊക്കെ മനസ്സിലാവും. അപ്പൊ അച്ഛൻ പോയില്ല. ഞാൻ അന്ന് അച്ഛൻ്റെ കൂടെ പൊക്കോളാൻ പറഞ്ഞപ്പോഴേ ഞാൻ കരഞ്ഞുകൊണ്ട് റോഡിലോട്ട് ഓടി. ഞാൻ അച്ഛൻ്റെ കൂടെ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ കൂടെ അവര് വിട്ടില്ല. എന്നെ അനിയനെ എന്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അച്ഛൻ നമ്മളെ ഇന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കൂന്ന് അമ്മ പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലായി പേടിപ്പിക്കാൻ പറഞ്ഞാണോ അത് അമ്മ ഒറിജിനലായിട്ട് പറഞ്ഞാണോ? സത്യമാണോ? അങ്ങനെ മണ്ണെണ്ണ ഒഴിക്കുവോ? അത് വെറുതെ അടിച്ചു കൊടുത്താണോ കുട്ടികൾ? ഇല്ല, അവള് തന്നെ ഇറങ്ങി ഓടിയതാ. തന്നെ ഇറങ്ങി ഓടിപ്പോ കൂടെ പോയ അച്ഛൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങളോട്, ഞാൻ അവിടുന്ന് പോകുന്നില്ലേ, കുഞ്ഞുങ്ങളായിട്ട് പോകുന്നപ്പോ ഞങ്ങളോട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അത് ഇവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 1.5 ലക്ഷം രൂപയുടെ ചോദ്യം. നമ്മൾ ഇവിടെ അല്ല, അടുത്ത ലെവൽ, നെക്സ്റ്റ് ലെവൽ. കുട്ടേട്ടാ, ലെവൽ 2. മോണിറ്റർ പ്ലീസ്. ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. ആരുടെ ജീവചരിത്രമാണ് ഈ പുസ്തകം? ഓപ്ഷൻ എ അലീഷ ചെനായ്, ഓപ്ഷൻ ബി ഉഷ ഉദുപ്പ്, ഓപ്ഷൻ സി അൽക്ക യാഗ്നിക്, ഓപ്ഷൻ ഡി സുനീതി ചൗഹാൻ, ഓപ്ഷൻ ഇ കവിത കൃഷ്ണമൂർത്തി. എനിക്ക് സംശയമുണ്ട്. ഉഷാ ഉദുപ്പാണോ സംശയമുണ്ട് അല്ലേ? പോയി കഴിഞ്ഞാൽ 4000 രൂപ കിട്ടും. ഇല്ല സാർ, എനിക്ക് പറ്റൂല സാർ. വീട് പണി കട ഒരുപാടാണ് സാർ. എനിക്ക് എങ്ങനെയല്ല അവരുടെ വിളിയൊക്കെ ഒന്ന് നിർത്തണം. 4000 രൂപ പോരാ സാർ. അപ്പൊ ഏതാ ഓപ്റ്റ് ചെയ്യുന്ന? അപ്പൊ ഉഷാ ഉദുപ്പ് കൂട്ടട്ടെ? പൂട്ടി. ഞാൻ ഓപ്ഷൻ ബി പൂട്ടി, ഉഷാ ഉദുപ്പ്. അപ്പൊ 4000 രൂപ മതിയോ? അത് അവരുടെ കടക്കാരുടെ വിളി നിർത്തണം അല്ലേ?
നിർത്തണം സാർ. അപ്പൊ വീട് പണി പൂർത്തിയാക്കിയും വേണം. അവരെ ഓർക്കുന്ന ഞങ്ങളിപ്പോ അതൊക്കെ തട്ടിച്ചുകൊണ്ട് പോയെന്നാ ഓർക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്ത ഞങ്ങൾ ഇതിപ്പോ കാണുന്നുണ്ടെങ്കിൽ ആ കടക്കാരോടൊക്കെ എനിക്ക് ഒന്നേ പറയുള്ളൂ, ഞാൻ മനഃപൂർവ്വം കോൾ എടുക്കാതെ ഈ കഴിഞ്ഞ ഡേ കൂടി എന്നെ വിളിച്ചിട്ട് നിങ്ങക്ക് നാണയില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഒരുപാട് എനിക്ക് അമ്മേനെ പറഞ്ഞാലും എനിക്ക് സങ്കടമാണ്. പക്ഷെ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പൊ എനിക്ക് എങ്ങനെയും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ഈ അവസ്ഥ ഒരിക്കലും എൻ്റെ അനിയനും അമ്മയ്ക്കും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഇപ്പോഴും ഒരുപാട് കടക്കാര് വിളിക്കുക. നിങ്ങക്ക് അവരെ ഓർക്കാൻ നമ്മൾ കടക്കാരുടെ വിളി അടയ്ക്കാനാണ് നമുക്ക് ഈ പൈസ വേണ്ടത് അല്ലേ? അപ്പൊ 1 ലക്ഷം രൂപ. ഓപ്ഷൻ ബി, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നല്ല കുട്ടി, ഉത്തരം ശരിയാണ്. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടി. അപ്പൊ 50,000 രൂപ കിട്ടി. ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 60,000. ഒരു ധൈര്യമൊക്കെ വന്നില്ലേ? ഓക്കെ, മോണിറ്റർ. ലോകത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസായ പോർട്ട്ലോക്ക് റോയ് ഏത് വൻകരയിലാണുള്ളത്? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി നോർത്ത് അമേരിക്ക, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി ഏഷ്യ, ഓപ്ഷൻ ഇ അന്റാർട്ടിക്ക. ഒരു പിടിവള്ളി എടുത്താലോ? ആരുടെ പിടിവള്ളിയാ വേണ്ടത്? കുട്ടേട്ടനെ മതി സാർ. മതിയോ? കുട്ടേട്ടനെ വിശ്വാസമാണോ? വിശ്വാസം എന്നെ ചതിക്കൂല തോന്നലുണ്ട്. അപ്പൊ കുട്ടേട്ടാ, ചതിക്കാത്ത കുട്ടേട്ടാ. യെസ് ബോസ്. ആദിത്യ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി ഏഷ്യ, ഇ അന്റാർട്ടിക്ക. അപ്പൊ ഇനി ഏഷ്യയാണോ അന്റാർട്ടിക്കയാണോ തീരുമാനിച്ചോ? അന്റാർട്ടിക്ക ആയിരിക്കും. ഉറപ്പാണോ? അന്റാർട്ടിക്ക ആയിരിക്കോ? പൂട്ടട്ടെ ഞാൻ? ഏതാ പൂട്ടണ്ടേ? ഓപ്ഷൻ ഇ അന്റാർട്ടിക്ക. ഞാൻ പൂട്ടി. ഇയാള് മാത്രം പ്രാർത്ഥിക്കാതിരുന്ന എന്തിനാ? ഇയാൾക്ക് പ്രാർത്ഥന വിശ്വാസം ഇല്ലേ? ഉണ്ടോ? പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ആന്നോ? കുറെ നേരമായിട്ട് പ്രാർത്ഥിക്കുകയാണോ? എന്റെ അമ്മ, ഞാൻ കണ്ടില്ലല്ലോ, ഇപ്പഴേ കണ്ടത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഇ അന്റാർട്ടിക്ക നമ്മള് പൂട്ടി അല്ലേ? ശരിയായിരിക്കോ? ശരിയാവണം സാർ. വിജയിച്ചാൽ 60,000 രൂപ, തെറ്റിയാൽ 5,000 രൂപ. ഇത് ശരിയായില്ലെങ്കിൽ എന്ത് വിഷമാവൂ? നല്ലോണം വിഷമാവും സാർ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഓപ്ഷൻ ഇ അന്റാർട്ടിക്ക, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കിട്ടി. ആദിത്യ ചന്ദ്രകുമാർ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ആരായി ചന്ദ്രകുമാർ? അച്ഛന്റെ പേരാ. ഓക്കെ, അപ്പൊ ഈ അച്ഛൻ കല്യാണം കഴിക്കുമ്പോ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു കല്യാണം കഴിക്കാൻ പോവാണെന്ന്? ഇല്ല സാർ, നിങ്ങൾ അറിഞ്ഞതുമില്ല അല്ലേ? ഇല്ല. അച്ഛൻ പോയ പിന്നെ ഞങ്ങൾക്ക് അച്ഛനെ പറ്റി ഒരു വിവരവും ഇല്ല. പക്ഷെ അച്ഛനങ്ങനെ കല്യാണം കഴിച്ചെന്നൊക്കെ ഉള്ളത് അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ അവരുടെ സ്വന്തമാണ്, അച്ഛന്റെ ഒക്കെ സ്വന്തം. അപ്പൊ അങ്ങനെ വഴിയാണ് ഞങ്ങള് ഈ കാര്യങ്ങളൊക്കെ അറിയണം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞാ അറിഞ്ഞത് പുള്ളി വേറെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്? മൂത്ത ഞങ്ങളുടെ പെരവാസോലിക്ക് പോയപ്പോഴാണ് ഇങ്ങനെ മൊബൈലിൽ ഫോട്ടോ കാണുന്നത്. അപ്പം ഇവരെ പോലെ 2 പിള്ളേരെ കാണുന്നു. അപ്പോഴാണ് കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. അവരാ പറഞ്ഞത്. അപ്പൊ ഇയാളെ കാണണമെന്ന് തോന്നിയോ? അങ്ങനെയല്ല, ഇപ്പം വന്നാലും സ്വീകരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് താങ്കൾ ട്യൂഷൻ എടുത്ത കുട്ടിയാണോ കല്യാണം കഴിച്ചത്? അങ്ങനെ അന്ന് പരിചയപ്പെട്ടാണോ? ട്യൂഷന് ഞാന് ഹിന്ദി അറിയായിരുന്നു. അപ്പം അവരെ വീടിന്റെ അടുത്ത് കൊച്ചിനെ ട്യൂഷൻ എടുത്താണ്. അപ്പൊ അത് കഴിഞ്ഞ് അവരുടെ നാട്ടില് അച്ഛൻ്റെ അമ്മ എങ്ങനെ വയ്യാതെ വന്നപ്പോൾ കാണാൻ പോയപ്പോഴാണ് പറഞ്ഞതിൻ്റെ പോലെ ഈ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് വീട്ടിൽ കയറ്റത്തില്ല. അപ്പം അവർ വന്നാൽ കാലുമുട്ട് തല്ലി ഓടിക്കുമെന്നും പറഞ്ഞായിരിക്കുന്ന നാട്ടിൽ. പ്രായം തീരെ ഇല്ല അപ്പൊ കൊച്ചിന്. ആണോ? പ്രായം വളരെ കുറവാണോ? 17 വയസ്സ് കഴിഞ്ഞുള്ളെന്നാ പറഞ്ഞേ. അതിനാണോ 2 കുട്ടികളുള്ളത്? അപ്പൊ പ്രായം തികയുന്നതിന് മുമ്പ് തട്ടിക്കൊണ്ടുപോയി കിട്ടിയോ? അപ്പൊ അത് വലിയ പ്രശ്നമല്ലേ? വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്റെയിലാണ് ഡൈവോഴ്സ് പോലും ചെയ്തിട്ടില്ല. എന്റെയിലാണ് ഒറിജിനൽ ഭാര്യ ഞാനാണ്. അപ്പൊ ഡൈവോഴ്സ് പോലും ആകാതെയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഞാനിപ്പോ ഒരു പെറ്റീഷൻ കോംപ്ലിക്കേഷൻ ഒന്നും പ്രശ്നമല്ലേ? അതറിയില്ല സാറേ. താങ്കൾ കേസ് കൊടുക്കാൻ പോയോ? ഇല്ല, ഞാനൊന്നിനും പോയില്ല. ഞാൻ കേസ് ഉണ്ടായിരുന്നു, വൈക്കം കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് 2 ചെലവിനും വിധിച്ചതാ. 1 മാസം തന്നുള്ളൂ. പിന്നെ ഞാൻ 4 വർഷം കോടതി കയറി ഇറങ്ങി. ഇവര് പുള്ളി വരുവോ പോലും ഇല്ല, വക്കീലിനെ വെച്ചിട്ട് ഡേറ്റ് മാറ്റി വിടുക. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് വൈകുന്നേരം ഇവർക്ക് വരുമ്പോ ഭക്ഷണം ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആവും. അങ്ങനെ ഞാൻ കോടതി പിന്നെ പോകാതെയായി.
ചിന്ന ചെലവിനൊന്നും വിതരം കിട്ടിയിട്ടില്ല. അത് ശരി. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയ നിധി. അല്ല, ഈ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉള്ളപ്പോഴും വരുമാനമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, വരുമാനമൊന്നുമില്ല. താങ്കളുടെ വരുമാന മാർഗം ഓട്ടോറിക്ഷ ആയിരുന്നോ? ഞാൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ നിന്ന് ജീവിക്കാനുള്ള കാശ് കിട്ടുമായിരുന്നോ? ആ, കിട്ടുമായിരുന്നു. സാർ എല്ലാരും പറയൂ ഇപ്പൊ ലീഗലായിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പൊ ഞാനിപ്പൊ അച്ഛൻ്റെ എതിരെ ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്താൽ അപ്പൊ ഞങ്ങക്ക് അച്ഛൻ ചെലവിന് വിധിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് പോവൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ അനിയനും മാസം ഇന്ന രൂപ തരണം എന്ന് പറഞ്ഞ അച്ഛൻ ചിലവിന് വിധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 1 മാസം തന്നിട്ട് ഇന്നേ വരെ തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ വീട് പണിയുടെ ഓരോ വീട്ടിലും തെണ്ടി നടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അച്ഛനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ആ കാശൊക്കെ ഒറ്റയടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ വീട് പണി മുഴുവൻ കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഞാൻ ഓർക്കുമ്പോ അച്ഛനല്ലേ, എങ്ങനെയും ജീവിച്ചോട്ടെ തോർത്തിട്ട് വെറുതെ വിടാം. ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ. രണ്ടായിരത്തി 20 നടന്ന ആരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നൽകിയ ഔദ്യോഗിക പേരായിരുന്നു ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്? ഓപ്ഷൻ എ ബെനഡിക്ട് 16 മാർപ്പാപ്പ, ഓപ്ഷൻ ബി ലതാ മങ്കേഷ്കർ, ഓപ്ഷൻ സി സുശാന്ത് സിംഗ് രാജ്പുത്, ഓപ്ഷൻ ഡി പെലെ, ഓപ്ഷൻ ഇ എലിസബത്ത് രാജ്. സംശയമുണ്ടോ? ഒരു പിടിവള്ളി എടുത്താലോ? ആരുടെ പിടിവള്ളി? കുട്ടേട്ടനാണോ? കുട്ടേട്ടാ, പിടിവള്ളി. ആദിത്യ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ ബെനഡിക്ട് 16 മാർപ്പാപ്പ, എ എലിസബത്ത് രാജ്ഞി. സാർ, ഓപ്ഷൻ ഇ എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി പൂട്ടാമോ? പൂട്ടാം. ഓപ്ഷൻ ഇ എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി ഞാൻ പൂട്ടി. അപ്പൊ തെറ്റിയാൽ 6000 രൂപ. 6000 മതിയോ? ഇല്ല സാർ. ശരി ഉത്തരം പറയണ്ടേ? പൈസ മാത്രം മതിയോ? പിടിവള്ളികൾ 2ഉം പോയി. ഇനി ഒരു പിടിവള്ളി ഇവിടെ കിടപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ഇ എലിസബത്ത് രാജ്ഞി. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ശരിയാണ്. 70,000 രൂപ കിട്ടി. അമ്മയുടെ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോറിക്ഷ മറിഞ്ഞു സാർ. ആശുപത്രിയിലായോ? ആശുപത്രി കിടന്നില്ല, പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിലോട്ട് വിട്ടു. എന്നിട്ട് എങ്ങോട്ടാ പോയത്? അന്ന് ഞങ്ങള് അമ്മ വീട്ടുകാരായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അന്ന് അമ്മ ഓട്ടോറിക്ഷ ഓടിച്ച സമയത്ത് അന്ന് ഞങ്ങൾക്ക് ഫുഡ് തരാനില്ല. എന്നിട്ട് അമ്മ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ സ്കൂളിൽ പൊക്കോ, നമുക്ക് ഉച്ചയ്ക്ക് അമ്പലത്തിൽ ചോറ് കിട്ടും, അപ്പൊ നമുക്ക് അവിടുന്ന് പോയി ചോറ് കഴിക്കാം, ഞാൻ വന്ന് കൂട്ടിയിട്ട് നമുക്ക് അങ്ങ് പോയി ചോറ് കഴിക്കാന്ന് പറഞ്ഞ് അമ്മ ചോറ് നോക്കി, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണം നോക്കി. ഞങ്ങൾ സ്കൂളിൽ ഇരുന്നല്ലാതെ ചോറ് കിട്ടില്ല. അപ്പം ഞങ്ങൾ കുറേ നേരമായിട്ട് ചോറ് തിന്നാതെ ഇരിക്കുന്ന കണ്ടപ്പോഴേക്ക് ടീച്ചേഴ്സ് അമ്മ വല്ലോ തിരക്കൊക്കെ ആയിരിക്കും, മക്കൾ ഇവിടുന്ന് ചോറുണ്ടോളാൻ പറഞ്ഞ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ചോറുണ്ണാതെ ഇരുന്നത് അമ്മയുടെ കൂടെ ചോറുണ്ണാലോ എന്ന് ഓർത്തിട്ടാ. അപ്പോഴേക്ക് അവിടുന്ന് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നാൽ കൂട്ടാനെങ്കിലും അമ്മ വരുമെന്ന് ഓർത്ത്. പക്ഷെ അന്ന് കൂട്ടാനും അമ്മ വന്നില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് ഇത് എന്നായിരിക്കും ഓർത്ത്. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ ചേട്ടൻ മകൻ ഞങ്ങളെ കൂട്ടാൻ വന്നത്. ഞങ്ങളെ കൂട്ടി വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആരും ഇല്ല. അപ്പം കസിൻസ് വീട്ടിലുണ്ട്. അപ്പം അവർ പറഞ്ഞ്, എടി നിൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുക. അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എടി നീ എന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ വേണം വിശ്വസിക്കാൻ വേണ്ടി അകത്തൊക്കെ പോയി നോക്കിക്കോ, അമ്മാമ്മ ശോഭനാമ്മയൊന്നും അവിടെ ഇല്ല, അമ്മയുടെ ചേച്ചി അമ്മയൊന്നും അവിടെ ഇല്ലല്ലോ, അവരാരും ഇല്ല, അമ്മയുടെ അടുത്ത് പോയേക്കോ ശരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് പോയി നോക്കിയപ്പോൾ അവരാരും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് അമ്മേനെ പ്ലാസ്റ്റർ ആക്കിയിട്ട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. നമ്മുടെ വണ്ടി കാലിലോട്ട് വീടുക ചെയ്തത്, കാലൊടിഞ്ഞ്. അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ആക്കിയിട്ട് അമ്മേനെ സ്വന്തം വീട്ടിലോട്ടാണ് കൊണ്ടുവന്നത്. സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞങ്ങൾ കുറച്ച് നാളൊക്കെ കിടന്നു. പക്ഷെ കുറച്ച് നാളെ കിടന്നുള്ളൂ. കുറേ നാൾ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്മ ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വന്ന ആക്സിഡൻ്റ് ആയപ്പോൾ. അപ്പം ഈ കാല് ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒന്നും പറ്റത്തില്ല. പിന്നെ ഫുള്ള് ബെഡിലായിരുന്നു, 6 മാസം ഫുള്ള് ബെഡിലാണ്. അപ്പം ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വരുമ്പോൾ അമ്മ ഒച്ചത്തിൽ ഇങ്ങനെ കാറും.
അപ്പൊ ഫുൾ ഭയങ്കര ഒച്ചയിൽ ഇങ്ങനെ നിലവിളിക്കും. അപ്പൊ അമ്മയുടെ വീട്ടുകാരൊക്കെ ചോദിച്ചു, നീ എന്നെ ഇവിടെ വന്നിങ്ങനെ നിലവിളിക്കണേ, അതാ ഇതാ മിണ്ടാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ ബെഡിലാ ഫുൾ കാര്യങ്ങൾ. അപ്പൊ അവർക്ക് അത് ബുദ്ധിമുട്ടായി, കാരണം അവിടെ എല്ലാരും ഉണ്ട്. അപ്പൊ അങ്ങനെ അമ്മേനെ പിന്നെ നോക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ അവരോരോന്ന് കാണിക്കാൻ തുടങ്ങിയപ്പോ അമ്മ ഞങ്ങളെയും കൊണ്ട് ഒരു വാടക വീട്ടിലോട്ട് പോവാ ചെയ്തു. ഞങ്ങൾക്ക് വാടക വീട് ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചുകൊണ്ടിരുന്നേ. അപ്പം ഞങ്ങൾ നോക്കാൻ ആരും ഇല്ലല്ലോ ഓർത്ത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയതാ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റിയില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലോട്ട് പോകും. വാടക വീട്ടിലോട്ട് പോന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ അമ്മയാ ഞങ്ങളുടെ ആകെ വരുമാന മാർഗം. ഞാനും അനിയനും പഠിക്കുകയാണ്. അപ്പോഴേക്കും ഒന്നും ഭക്ഷണത്തിനൊന്നും ഇല്ല. പട്ടിണി അനുഭവിക്കേണ്ടി വന്നോ ചോദിച്ചാൽ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ ഓണറിൻ്റെ വീട് ആ കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഓണർ പപ്പയും മമ്മിയാണ്. മമ്മി ഇപ്പം മരിച്ചുപോയി, പപ്പ ഇപ്പം വയ്യാണ്ട് സഹായിക്കുമായിരുന്നു. അവര് സഹായിക്കും. അപ്പൊ പപ്പയും സഹായിക്കുമായിരുന്നു. ഓട്ടോറിക്ഷക്കാര് ഒരു സഹകരണം ഉണ്ട്. ഉണ്ട്. അവര് പിരിവൊക്കെ ഇട്ട് കുറച്ച് പൈസയൊക്കെ ഞങ്ങക്ക് തന്ന് അമ്മയുടെ ചെലവിനും മരുന്നിനും ഒക്കെ ഉള്ള പൈസ ഞങ്ങൾക്ക് അങ്ങനെ കുറെ കിട്ടി. പിന്നെ ഞാൻ കുറെ നാൾ അമ്മേനെ ഈ ഫുൾ ബെഡിൽ, അപ്പൊ ഞാൻ അമ്മയുടെ യൂറിനായിട്ടും എല്ലാം നോക്കി മരുന്നൊക്കെ എടുത്തു കൊടുത്ത് അവിടെ ഇരിക്കാന്ന് വെച്ചപ്പോഴേക്കും ടീച്ചേഴ്സ് വന്നെ പൊക്കി. ഇങ്ങനെയാണെ പറ്റത്തില്ല, സ്കൂളിൽ വരണം, കുറെ ലീവ്, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ സ്കൂളിലോട്ട് ഇട്ടു. പിന്നെ എൻ്റെ അനിയൻ കുഞ്ഞില. അപ്പൊ അന്ന് അവനാ വീട്ടിലുണ്ടായിരുന്നെ. അപ്പൊ അമ്മ ഈ യൂറിനൊക്കെ പോയി ഫുള്ള് ആയി കഴിയുമ്പോ പിന്നെ അവന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവനത് ഓരോന്ന് കൊണ്ട് വാഷ് ചെയ്ത് കളയെങ്കിലും ഞാൻ വരുമ്പോ വീടാകെ അലങ്കോലാക്കി കിടക്കും. പിന്നെ മൊത്തം പ്രശ്നം. പക്ഷെ ആ അപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മയും ഹൗസ് ഓണർ ആണെങ്കിൽ അവർ ഞങ്ങളെ നല്ലപോലെ നോക്കുമായിരുന്നു. അവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മേനെ ഇപ്പോഴും ഞാൻ മറക്കൂല. എനിക്ക് ആ അമ്മയോട് ഭയങ്കര കടപ്പെട്ട. അതെ, അപ്പോഴേക്ക് ഞങ്ങക്ക് ഇച്ചിരി സഹായമൊക്കെ അപ്പൊ മെഡിക്കലില് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സഹായം കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ മെഡിക്കൽ കിട്ടാൻ ഡോക്ടറിന്റെ അടുത്ത് കൊല്ലങ്ങാട് ഒരു ബിജു ഡോക്ടർ ഉണ്ടായിരുന്ന സമയത്ത്, അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴേക്കും അമ്മയോട് പറഞ്ഞു, ഇനി ഓട്ടോറിക്ഷ ഓടിക്കാമെങ്കിൽ ഞാൻ അത് തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മേനെ അപ്പോഴും എല്ലാവരും ഇതൊന്നും സാരമില്ല, എല്ലാവർക്കും ആക്സിഡന്റ് പറ്റുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മയെ എൻകറേജ് ചെയ്ത ഓട്ടോറിക്ഷ അങ്ങനെ ഓട്ടോറിക്ഷ എടുത്തോ? പിന്നെ കുറെ കാലം ഓടിയോ ഓട്ടോറിക്ഷ? 8 വർഷം ഓട്ടോറിക്ഷ ഓടി. ആ ഓട്ടോ പിന്നെ കിട്ടിയോ? ഉണ്ടോ? ഇല്ല, ഓട്ടോറിക്ഷ കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോ വേറെ ഓട്ടോറിക്ഷ എടുത്തു സിസിക്ക്. പിന്നെ സിസിക്കാർ വന്ന് അത് കൊണ്ടുപോയി. അടയ്ക്കാൻ പറ്റില്ല. കോവിഡ് വന്നപ്പം ഞങ്ങൾക്ക് നമുക്ക് ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ എല്ലാം മുടങ്ങി, അവരടിച്ചോണ്ട് പോയി. പിന്നെ ഓട്ടോറിക്ഷ ഇല്ലേ? ഇപ്പൊ ഒരെണ്ണം മേടിക്കാൻ ഞങ്ങൾ പോയി നോക്കി. പക്ഷെ വണ്ടിയൊക്കെ ഓടിച്ച് വൈക്കത്ത് വന്നു, എല്ലാം ഓടിച്ചൊക്കെ നോക്കി. പിന്നെ വന്നേക്കാന്ന് പറഞ്ഞ് പോന്നു. പൈസ വേണ്ടേ? 75,000 രൂപ വേണം. അപ്പൊ അവരെപ്പോഴും വിളിയോട് വിളിയാ, ചേച്ചിക്ക് വണ്ടി വേണ്ടേ ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇതുപോലെ പൈസ ഇല്ല, അതുകൊണ്ട് എപ്പോഴേലും വരാം. അങ്ങനെ ഓരോരുത്തരും ഓട്ടോറിക്ഷ വേണ്ടെന്ന് ചോദിച്ചോണ്ട് വിളിയോട് വിളിയാ. എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ഓട്ടോറിക്ഷ. എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളോട് നല്ല റെസ്പെക്റ്റാ. കക്കയൊക്കെ ഇട്ടിറങ്ങി കഴിയുമ്പോ റെഡി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 80,000 രൂപയുടെ ചോദ്യം. 80,000 മോണിറ്റർ. ഏത് നദിയുടെ തീരത്തു നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നവർ അവതരിപ്പിച്ചതിനാലാണ് ഗോദാ മൂരിയാട്ടത്തിന് ആ പേര് ലഭിച്ചത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി തുംഗഭദ്ര, ഓപ്ഷൻ ഇ യമുന. ഓപ്ഷൻ ബി ഗോദാവരി. നല്ല ആത്മവിശ്വാസത്തോടെ പറയൂ, എന്തെങ്കിലും പറയുമ്പോ. അല്ല ഓപ്ഷൻ ബി ഗോദാവരി. പൂട്ടോ? പൂട്ടിക്കോ സാർ. തെറ്റിയാലും ഞാൻ പൂട്ടും. തെറ്റൂലായിരിക്കും സാർ, എനിക്ക് ഈശ്വരൻ കൂടെ ഉണ്ട്. ഈശ്വരൻ കൂടെ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട് സാർ. അതുകൊണ്ടല്ലേ ഞങ്ങൾ വീട് വെച്ച് ഇത്രയെങ്കിലും എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പൂട്ടോ? പൂട്ടിക്കോ സാർ. ഓപ്ഷൻ ബി ഗോദാവരി. ഞാൻ പൂട്ടി. ഉത്തരം താൻ പറഞ്ഞത് അമ്മ വീടെ പ്രാർത്ഥിച്ചോ? അപ്പൊ ഓപ്ഷൻ ബി ഗോദാവരി. ആദിത്യ ചന്ദ്രകുമാർ, എന്ത് സംഭവിച്ചു? ശരിയാവും സാർ. ശരിയാവും? ഉറപ്പാണോ? എന്തുകൊണ്ട് ശരിയാവും? ഈശ്വരൻ കൂടെ ഉണ്ട്. ഓപ്ഷൻ ബി ഗോദാവരി. ആ PSC ആപ്പ് നോക്കിയില്ലായിരുന്നു? അത് ഞാൻ ഇങ്ങ് പോന്നപ്പോഴൊക്കെ നോക്കിയതാ. എന്നിട്ട് ഇതിനകത്ത് വല്ലതും അതിലങ്ങ് ഗോദാമൂരിയാട്ടം വല്ലതും ഉണ്ടോ അതിനകത്ത്? ഇല്ല, കണ്ടില്ല. അപ്പൊ ഓപ്ഷൻ ബി ഗോദാവരി. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ഞാൻ പറയത്തില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ 80,000 രൂപ കിട്ടി. അതെ സാർ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. അതിന്റെ ഇടയ്ക്ക് അമ്മ അനിയനെയും കൂട്ടി അങ്ങ് മറ്റൊരു CC-ക്കാർ കൊണ്ടുപോയല്ലോ. അതിനുശേഷം അമ്മ സ്ഥലം വിട്ടോ?
ഹൈദരാബാദിന് പോയോ? അമ്മ ഹൈദരാബാദിന് പോയി അപ്പൊ സാർ. താങ്കളെ കൊണ്ടുപോയില്ലയോ? അല്ല, എന്നെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിട്ട് അമ്മ ഇരുന്ന് ഞങ്ങക്ക് ഇവിടെ ഞങ്ങക്ക് അപ്പൊ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ ലൈഫ് മിഷന്റെ വീട് കിട്ടിയില്ലായിരുന്നു. അപ്പോഴേക്കും ഇവിടെ നമുക്ക് വേറെ വീട്ടുകാരായിട്ടോ ആരും ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാരും ഇല്ല, അച്ഛന്റെ വീട്ടുകാരും ഇല്ല. അപ്പൊ നമ്മളെ സഹായിക്കാനും അങ്ങനെ ആരും ഇല്ല. അപ്പൊ എന്തിനാ ഹൈദരാബാദിൽ പോകുന്നത്? അവിടെ ടീച്ചറായിട്ട് അമ്മ നേരത്തെ ഹരിയാനയില് ടീച്ചറായിട്ടായിരുന്നു. ഹൈദരാബാദ് ജോലി കിട്ടിയോ? അമ്മയുടെ ഒരു ഫ്രണ്ട് മുഖേന അവിടെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോയത്. പക്ഷെ അവിടെ ജോലി ശരിയായി വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി. അല്ല, അപ്പം ആദിത്യം എന്താ പോഞ്ഞ്? അല്ല, എന്നോടും കൂടി ചെല്ലാൻ ഞങ്ങൾ 3 പേര് ഒന്നിച്ച് പോവാനിരുന്നു. പക്ഷെ എനിക്ക് പോവാൻ തോന്നില്ല. കാരണം എനിക്ക് ഇവിടെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു +2-ന്. അപ്പൊ +2-ന്റെ പഠിത്തം നിർത്തി അങ്ങ് പോയി കഴിഞ്ഞ് എന്താവും എനിക്ക് ഭയങ്കരമായ ഭയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ അമ്മ പോയപ്പോ ആദിത്യം എവിടെ നിന്നു? അപ്പൊ എന്നെ അമ്മയുടെ വീട്ടിലാക്കിയിട്ടാ പോയത്. അപ്പൊ ആദ്യം എന്നെ എങ്ങും നിർത്താനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഉറപ്പായിട്ടും കൊണ്ടുവന്ന് നീ വന്നേ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല അമ്മ, എനിക്ക് +2 കഴിഞ്ഞാൽ വേണം വരാം, +2 ഇവിടെ തീർത്തിട്ട് ഞാൻ വരാം അമ്മ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അപ്പൊ ഞങ്ങളോട് മിണ്ടുമായിരുന്നു അമ്മയുടെ വീട്ടുകാർ. അമ്മയോട് മാത്രമേ പിണക്കുള്ളൂ. അപ്പൊ ഞങ്ങള് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞ അമ്മയോട് പറഞ്ഞ അമ്മ എന്നെ എവിടെ നിർത്താവോ, എനിക്ക് +2 കഴിഞ്ഞ് പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ അവിടെ ഇട്ടിട്ട് പോവാൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ എന്റെ നിർബന്ധത്തിന് അമ്മേനെ അവിടെ ആക്കിയിട്ട് പോയത്. പക്ഷെ അവിടെ ആക്കിയിട്ട് പോയിട്ട് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാ. അതില് ഞാൻ ജനിച്ചിട്ട് വേറെ എങ്ങും മാറുന്നിട്ട് അമ്മ വീടുണ്ടേ പോലും ഞാൻ ഒരിക്കലും അമ്മേനെ വിട്ടിട്ട് ഒരു ഡേ പോലും ഞാൻ പോവില്ല. അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പഠിച്ചെനിക്കൊരു ജോലി കിട്ടി, അമ്മയ്ക്കൊരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ട് വീടൊക്കെ ശരിയാക്കി. അനിയന് കുഞ്ഞുനാള് മുതലേ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവന് ഫിക്സ് ന്യൂമോണിയ അങ്ങനെ ഭയങ്കര അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന് ആ സമയത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അവനെ ആരും ഒന്നും മോശം പറയാൻ പാടില്ല. അപ്പൊ അവന് അറിയാവുന്ന എന്തേലും ഒരു ജോലി, ആ ബിസിനസ് അവന് സ്വന്തമായിട്ട് ഇട്ട് കൊടുത്ത് അപ്പൊ അവന് വന്നു കയറുന്ന പെങ്കൊച്ചെങ്ങനെ ഇരിക്കും അവന്റെ പെങ്കൊച്ചിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടല്ലേ? അല്ല, അവൻ ഇപ്പൊ പെങ്കൊച്ച എങ്ങനെ വന്നു കയറി ഇരിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. അല്ല അപ്പൊ സാറേ, അപ്പൊ എങ്ങനെ ഇരിക്കും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്റെ അമ്മേനെ പൊന്നു പോലെ നോക്കണം എന്നുള്ള. അപ്പൊ ആ പെങ്കൊച്ച എന്റെ അമ്മേനെ വല്ലതും ചെയ്താലോ ഓർത്ത് എനിക്ക് എന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടം. അമ്മേനെ നോക്കി അമ്മയുടെ കൂടെ. പക്ഷെ ഞാൻ അങ്ങനെ പറയുമ്പോ ഒക്കെ എല്ലാരും എന്നോട് വഴക്ക. ഇന്നത്തെ കാലത്ത് നടന്നത് നിന്നെ ഉറപ്പായിട്ടും പിടിച്ച് കെട്ടിച്ചു വിടുന്ന് പറയും. പക്ഷെ ഞാൻ എന്റെ അമ്മയുടെ കൂടെ നിൽക്കാനേ ഇഷ്ടം. ഓ, അത് ശരി ശരി. എന്നിട്ട് പിന്നെ അവിടെ ആക്കിട്ട് തന്നെ പോയത്. അവിടെ ആക്കിട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ല, കാര്യമൊക്കെ ആയിരുന്നു. അമ്മയുടെ അമ്മയായാലും എല്ലാരും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ പ്രശ്നം അമ്മയുടെ ചേച്ചിയുടെ മകൾക്കാണ് എന്നെ കുഞ്ഞുനാള് മുതലേ കണ്ടുവിടാ. എപ്പോഴേ നോക്കിയാലും എന്നോട് വഴുക്ക. ചേച്ചി ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കും. പിന്നെ സ്കൂളിൽ പോകുമ്പോ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞാൽ അപ്പൊ എന്നോട് ചോദിക്കും ഇത് എവിടെയാണ് നീ സ്കൂളിൽ കണ്ണൊക്കെ എഴുതിക്കൊണ്ട് പോണേ, അതൊന്നും വേണ്ട, മുടിയൊക്കെ അഴിച്ചിട്ടോണ്ട് പോകാൻ പാടില്ല. അങ്ങനെ ഭയങ്കര നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറ് വെച്ച് വെക്കും, ഞാൻ പോയി എടുത്ത് കഴിക്കും. പിന്നെ ആയപ്പോൾ ഭക്ഷണത്തോടും ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അമ്മ എനിക്ക് പൈസ തന്നിട്ട് പോവും. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം അവിടെ പശുവുണ്ട്, പാലൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു ദിവസം പാലില്ലെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് 500 തന്നിട്ട് പോയത്. അപ്പൊ ഞാനത് പാല് മേടിച്ചോണ്ട് വീട്ടിൽ പോകും. അവരും കൂടി ചായ കുടിച്ചോട്ടെ, ഇത് പാല് ചിലപ്പോൾ സ്റ്റോറൊക്കെ കൊടുത്തിട്ട് തീർന്നായിരിക്കും, ഇല്ല കട്ടൻ ചായ കുടിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചോണ്ട് പോകുമ്പോ അവരെന്നോട് പറയും നീ കൊണ്ടുവന്നേ അല്ലേ, നീ അത് കുടിച്ചോ, നീ ഞങ്ങക്ക് തരേണ്ട കാര്യമില്ല, നിന്റെ അമ്മയുടെ പൈസ അല്ലേ, അങ്ങനെയൊക്കെ ഒരു വേർതിരിവാ. അപ്പൊ ഞാൻ കൊണ്ടുവരുന്നത് എനിക്ക് അങ്ങനെ അവിടെ ഒരു വേർതിരിവായപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് അമ്മ ഒരു കുഞ്ഞു ഫോൺ തന്നിട്ട് പോയേനെ അമ്മേനെ വിളിക്കാൻ വേണ്ടി. ഞാൻ അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മേനെ വിളിക്കാമെന്ന് അടുത്തൊക്കെ വന്നിരിക്കും. നിന്നിട്ടിട്ട് നിന്റെ അമ്മ എവിടെയാ പോയേക്കുന്നേ, നിന്നെ അമ്മയ്ക്ക് വേണ്ടേ, ഉപേക്ഷിച്ച് പോയതാണോ, ഇനിയും വരുമോ, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സ്കൂളിൽ പോയി എന്നും ടീച്ചർമാരുടെ സ്റ്റാഫ് റൂമിൽ എന്നെ തപ്പിയ സ്റ്റാഫ് റൂമിൽ കാണും. ടീച്ചർമാരുടെ ഫോൺ മേടിച്ച് എല്ലാ ദിവസവും മാറി അമ്മേനെ അമ്മ എങ്ങനെയും വരണം, അമ്മ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, അമ്മ അവിടെ ഒട്ടും രസമില്ല. അതിലേറ്റവും വലിയ
പ്രശ്നമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നെ എന്നും സ്കൂളിൽ, അമ്മയ്ക്ക് ഓട്ടോ ഉണ്ടായിരുന്ന സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കും, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടും, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തീരെ നടക്കേണ്ടി വന്നിട്ടില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഒരു ബസ് 9 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക്, അങ്ങനെ അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങോട്ട് +1 +2 വെച്ചിട്ട് ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ട് ബസ് തീരെയില്ല. അങ്ങനെയുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബസ് കയറാൻ വേണ്ടി ഇച്ചിരി നടക്കണം. അപ്പോൾ ഒരു കയറ്റമൊക്കെ ഉണ്ട്. ആ കയറ്റമൊക്കെ ഞാനൊന്ന് പയ്യെ നടന്നു കഴിഞ്ഞാൽ അന്ന് ബസ് പോക്കാം. അന്ന് ബസ് പോയി ഒന്നേ ലീവ് എടുക്കില്ല, അടുത്ത ബസ് എടുക്കുക. അപ്പം എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരിക്കലും ലീവ് എടുക്കില്ല. 10ാം ക്ലാസ് ആയാലും +1 +2 അങ്ങനെ ഒരിക്കലും സ്കൂളിൽ ലീവ് എടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് എല്ലാ ദിവസം ക്ലാസ്സിൽ പോകുന്ന ഇഷ്ടം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം അമ്മ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് അമ്മയുടെ സ്റ്റാൻഡിൽ ഒരു ചേട്ടനെ ഓട്ടോ എന്നെ പറഞ്ഞ് വിടാൻ വേണ്ടി രാവിലെ. അപ്പം എന്നോട് രാവിലെ വൈകുന്നേരം എന്നോട് പൊക്കോളാം അമ്മ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വൈകുന്നേരം വേണ്ട അമ്മ, വൈകുന്നേരം ഞാൻ നടന്നായാലും പോകോളാം, എനിക്ക് രാവിലെ ഞാൻ ഒരുങ്ങാൻ ലേറ്റ് ആയാലും എങ്ങനെയാലും ലേറ്റ് ആയി കഴിഞ്ഞാൽ ബസ് പോകണ്ടല്ലോ അമ്മ എന്ന് ഓർത്ത് അമ്മ എന്നെ ഓട്ടോയ്ക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയ്ക്ക് വല്ല മാസം ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് ഓർത്ത് അമ്മ അങ്ങനെ പറഞ്ഞു വിട്ടു. അവസാനം ആയപ്പോൾ ആ ചേട്ടൻ 1, 2, 3 അങ്ങനെ ദിവസം ആയപ്പോൾ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. മുറ്റത്ത് ഓട്ടോ വരും, ഞാൻ അതേ കയറി സ്കൂളിലല്ല ബസ് സ്റ്റോപ്പ് വരെ പോകുള്ളൂ. എനിക്ക് സ്കൂൾ വരെ പോകണം, അത്രയും വലിയ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ അമ്മ ഓർത്തിട്ട് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ പോകുള്ളൂ, അത്ര നടക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ബസ് മാറി കയറണം. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ. അപ്പോൾ ഇത് 3-4 ദിവസം ആയപ്പോഴേക്കും അവരുടെ വീട്ടുകാർക്ക് സംശയം, ഇത് എന്നെയും കൊണ്ട് എവിടെയാ ദിവസം പോണേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാം. അപ്പം അത് പറയാൻ പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് നിന്നെ അമ്മ ലാളിച്ച് വളർത്തേക്കുന്ന അതാ ഇതാ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ട് എന്നിട്ട് ഓട്ടോറിക്ഷക്കാരൻ വന്ന് 4-5 ദിവസം ആയപ്പോഴേക്കും അവര് പറഞ്ഞു ഇനി ഇതിവിടെ പറ്റത്തില്ല, അതാ ഇത് ഇങ്ങനെ ഒരുപാട് അവര് പറഞ്ഞു. ആ ചേട്ടനെ പറഞ്ഞ്, ആ ചേട്ടൻ്റെ ഒരു കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ളതാ. പക്ഷെ ഞങ്ങളെ കുറിച്ച് ഒരുപാട് അനാവശ്യം പറഞ്ഞു വീട്ടുകാർ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ ആ ഓട്ടോക്കാരനെ പരിസരത്തോട്ട് അടുപ്പിച്ചിട്ട് അതേ കഴിഞ്ഞാൽ ഓട്ടോക്കാരനും ഭയങ്കര ബുദ്ധിമുട്ടാ. എല്ലാരും ഞങ്ങളെ കുറിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി, കഥ ഉണ്ടാക്കി. അത് ഇപ്പൊ ആ ചേട്ടനെ എപ്പ കണ്ടാലും എന്നോട് പറയും, ആദിത്യകാരൻ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അത് പറയാ, ആ ചേട്ടൻ അങ്ങനെ ഒന്നും അല്ല. കാരണം അമ്മ എന്നെ ഓട്ടോയ്ക്ക് വിടാൻ വേണ്ടിട്ട് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് 1 ലക്ഷം രൂപയുടെ ചോദ്യമാ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക് പോകാൻ പോവാ. അപ്പൊ ആദ്യത്തെ ഈ പ്രോഗ്രാം എങ്ങനെയാ TV കാണുന്നത്? TV ഇല്ല സാർ, ഞാൻ യൂട്യൂബിലാ കാണാം. ഇതിപ്പോ യൂട്യൂബിൽ ഇത്തിരി വൈകിയല്ലേ അപ്ലോഡ് ചെയ്യൂ? യൂട്യൂബിൽ വരും. TV കാണുമ്പോ TV ടെലികാസ്റ്റ് അപ്പൊ കാണണ്ടേ? കാണണം. ഞാൻ അടുത്ത ഏതെങ്കിലും വീട്ടിലോ അമ്മയ്ക്ക് അറിയാവുന്ന വീട്ടിലോ പോയി ഒരു TV വാങ്ങിച്ചു തന്നാലോ? നല്ലായിരിക്കും സാർ. ഒന്നായിരിക്കും. അപ്പൊ ആ ടിവിയിൽ കണ്ടാ മതി. ഓക്കെ, നമുക്ക് ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ലെവൽ. കുട്ടേട്ടാ, ലെവൽ 3. മോണിറ്റർ. ഇനി പറയുന്നതിൽ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തിന് സഹായമാകാനാണ് പേസ് മേക്കർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി കണ്ണുകൾ, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി ഹൃദയം, ഓപ്ഷൻ ഇ തലച്ചോർ. പേസ് മേക്കർ ഫിറ്റ് ചെയ്യുന്നത് ഹൃദയമാണോ? പൂട്ടട്ടോ? പൂട്ടട്ടോ? പൂട്ടിക്കോ? ഓപ്ഷൻ ഡി ഹൃദയം പൂട്ടി. ഇവിടുത്തെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? അത് പ്രാർത്ഥിച്ചോട്ടേ ഇരിക്കുക. അവര് തുടങ്ങും പോലെ പ്രാർത്ഥിക്കുകയാണല്ലോ. ഓക്കെ, ഓപ്ഷൻ ഡി ഹൃദയം. 1 ലക്ഷം രൂപ. അപ്പൊ ഒരു വില നിലവാരം പറയട്ടെ. വിജയിച്ചാൽ 1 ലക്ഷം, തെറ്റിയാൽ 8000 രൂപ. ഉള്ളി 8000. പിന്മാറിയിരുന്നെങ്കിൽ 40,000 രൂപ. 40,000 മതിയായിരുന്നോ? അത് കിട്ടിയാലും ഞങ്ങൾക്ക് ഇപ്പം ജനാലെങ്കിലും വെച്ച് കിടക്കായിരുന്നു. ആ വീടിന്റെ ജനാല വെക്കായിരുന്നു അല്ലേ? 40,000 കൊണ്ട് ജനാല വെക്കാൻ പറ്റുമോ? വീടിന്റെ ജനാല വെക്കാൻ 40,000 രൂപ മതിയോ? കൊച്ചു വീടാ, ഒരു മുറിയേ ഉള്ളൂ. ഒരു മുറിയേ ഉള്ളൂ. ഒരു മുറി, ഒരു ഹാളും ഒരു കിച്ചണും അത്രേ ഉള്ളൂ. അപ്പൊ കൊച്ചു പോരെ? അത് മതി, അത്രയും പോലും വേണ്ട. അപ്പം ഞങ്ങൾ ജനാല വെച്ച് മിഷന്റെ വീട് വെച്ച് തൃപ്തരാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ഹൃദയം. നീ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വല്ല ബാക്കിയുണ്ടോ? ഓക്കെ, ഓപ്ഷൻ ഡി ഹൃദയം. താങ്കൾ പറഞ്ഞ ഉത്തരം അല്ല, ഒന്നാന്തരം ശരിയാണ്.
1,00,000 രൂപ കിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആദ്യം വിളിച്ച കടക്കാരെ അങ്ങ് ലിസ്റ്റ് എഴുതുവേ. അങ്ങനെയാണോ? ഇപ്പൊ ഈ 1,00,000 രൂപ കൈ കിട്ടി എന്താ ചെയ്യാൻ പോകുന്നത്? കടക്കാരെ ലിസ്റ്റ് എഴുതുവോ? അത്ര വിളി കുറഞ്ഞു കിട്ടും സാർ. ആണോ? അവര് വിളിക്കട്ടെന്നേ, നമ്മള് വാങ്ങിച്ചല്ലേ. അപ്പൊ ഏറ്റവും വലിയ എമൗണ്ട് എത്ര കട ഉള്ളത്? ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഞാൻ ഒരു രാത്രി ആയി കാണും. അപ്പൊ ഞങ്ങൾക്ക് ഭിത്തി കെട്ടി തുടങ്ങണായിരുന്നു. അപ്പൊ ഒരു ദിവസം ഭിത്തി കെട്ടി തുടങ്ങാൻ വേണ്ടിട്ട് ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് കടം മേടിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു സ്ഥലത്ത് നിന്ന് കടം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാ. പക്ഷെ ആദ്യം ചെന്നപ്പോൾ ആ ചേട്ടനെ കണ്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ചെന്നപ്പോഴാണ് ആ ചേട്ടനെ കണ്ടത്. ചേട്ടനോട് സംസാരിച്ച് ആദ്യം ആ ചേട്ടന് അങ്ങനെ സമ്മതിക്കില്ല. കാരണം അവർക്ക് അവിടെ അതുണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ചിലവൊക്കെ ഉണ്ട്. അപ്പം ആ കടയുടെ ഓണർ ആയിരുന്നു, പക്ഷെ അവരൊക്കെ ഷെയർ ആണ്. അപ്പൊ ആ ചേട്ടനോട് ഞങ്ങൾ രാത്രി ആയി, എന്നിട്ടും കൂടി ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് കാല് പിടിച്ച് സാറിനോട് പറയാം, സാറ് എങ്ങനെയും ഞങ്ങൾക്ക് ഇച്ചിരി കട തരാം, വീട് പണിയാണ്, ഞങ്ങൾ ലൈഫ് മിഷന്റെ വീടാണ്, ഗഡുക്കളായിട്ട് കാശ് കിട്ടുള്ളൂ, അപ്പൊ ആ കാശ് കയറി വരുമ്പോഴേ സാറിന് കൊണ്ട് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സാറിനോട് ചോദിച്ചു. ആദ്യം ഒന്നും സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ കുറേ ഞങ്ങൾ പറഞ്ഞിട്ട് സാറ് ഞങ്ങൾക്ക് കട്ട ഇറക്കി തന്നിട്ട് അതൊരു 25,000 30,000 അത്ര ആയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോഴേക്കും ആ സാർ ഇപ്പോൾ എപ്പോഴും വിളിയാ സാറ്. പക്ഷെ എനിക്ക് ആ സാറിന് കൊടുക്കാത്തതിലൂടെ, കാരണം ഞങ്ങൾ ചോദിച്ചിട്ട് അത്ര പെട്ടെന്ന് തന്നതാ സാറാ. കാരണം ഇതിന് വരെ ഞങ്ങൾ യാർഡിൽ പോയിട്ട് ഈ മിറ്റിൽ സിമെൻ്റൊക്കെ ചോദിച്ചാലും ഇത്ര പെട്ടെന്ന് ആരും സമ്മതിക്കത്തില്ല. ഞങ്ങൾ അത്ര കറിഞ്ഞ് കാല് പിടിച്ചാലും സമ്മതിക്കും. പക്ഷെ ഈ സാറ് ഞങ്ങൾ തന്നു. പക്ഷെ ആ സാറിന് കൊടുക്കാൻ പറ്റിയില്ല ഇതുവരെ. അതിന്റെ സങ്കടം വലുതാ. 2,00,000 രൂപയുടെ ചോദ്യമാണ്. അതെ സാർ. 2 lakhs. അതുകൊണ്ട് കടമെല്ലാം തീരുവോ? കുറച്ചൊക്കെ തീർക്കാൻ പറ്റും സാർ. ആണോ? മോണിറ്റർ ഇനി പറയുന്നതിൽ ഏത് സ്ഥാപനത്തിന്റെ ചാൻസലറായിട്ടാണ് ഡോക്ടർ മല്ലിക സാരാഭായി 2022 ഡിസംബറിൽ നിയമിതയായത്? ഓപ്ഷൻ എ MG യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി കേരള കലാമണ്ഡലം, ഓപ്ഷൻ ഡി ഫിഷറീസ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ഇ കേരള യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ സി കേരള കലാമണ്ഡലം. അതായിരിക്കോ? അതായിരിക്കും. ഡോക്ടർ മല്ലിക സാരാഭായി എവിടെയാണോ നിയമിതയായത്? ഞാൻ പോരുന്ന വഴിക്ക് ബസ്സേ വെച്ച് വായിച്ചൊരു ഓർമ്മ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്കോ? ഇത് വായിച്ചായിരുന്നോ? ഇതുപോലെ ഒരെണ്ണം വായിച്ചോ? ഏത് പേപ്പറില്? അല്ല, PSCയുടെ ആപ്പിൽ വായിച്ചു. PSC ആപ്പാക്കിയതാണോ? നമുക്ക് പഠിച്ചതാണോ? അപ്പൊ ഞാൻ പൂട്ടട്ടോ? എങ്കിൽ പൂട്ടട്ടോ? പൂട്ടിക്കോ സാർ. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്തുവാ? ഒരു കാര്യം ഞാനിവിടെ ഇങ്ങനെ അല്ല, ഇപ്പൊ എന്താ ചെയ്യുക? എന്റെ അയ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് 2,00,000 രൂപയുടെ ചോദ്യമാണ്. താങ്കൾ കേരള കലാമണ്ഡലം പറഞ്ഞു, ഞാൻ പൂട്ടി. ഇനി നമുക്കൊരു കുഞ്ഞു ഇടവേള പോയിട്ട് വന്നാലോ? അപ്പോഴത്തേനും അറിയാം ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, റെഡി ആയിരിക്കും? ഇത് റെഡി ആയിരിക്കും സാർ. ഞാൻ ഇന്ന് പോന്നപ്പോ വായിച്ചൊരു ഓർമ്മ. ചൂടോട് വായിച്ചതാ അല്ലേ? നല്ലോണം വായിച്ചു. അപ്പൊ ഞാൻ ഓർക്കി ഇന്ന് വായിച്ച ഏതെങ്കിലും വന്നു കഴിഞ്ഞാ എന്റെ ഭാഗ്യമായിരിക്കും ഞാൻ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചു. പോരുന്ന വഴിക്കും വായിച്ചു. അപ്പൊ അഥവാ നിർഭാഗ്യമാണെങ്കിലോ? താങ്കൾ കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞു, ഓപ്ഷൻ സി ഓപ്റ്റ് ചെയ്തു, ഞാനത് പൂട്ടി. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. ഓപ്ഷൻ സി കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലറായിട്ട് മല്ലിക സാരാഭായി വരുന്നുണ്ടോ? അങ്ങനെയാണോ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആകെ ടെൻഷനാവൂ, ചങ്ക് പൊട്ടിപ്പോവൂ. എങ്ങനെ പൊട്ടരുത്, കാര്യം ഈ ചങ്ക ആവശ്യമുണ്ട് ആൾക്കാർക്ക്. ഓക്കെ, തന്റെ ഏറ്റവും വലിയ ചങ്കാരാ നാട്ടില്? എന്റെ ഏറ്റവും വലിയ ചങ്ക അമ്മയാ. പിന്നെയോ? പെട്ടെന്ന് ഒരു ഫ്രണ്ടിന്റെ പേര് ചോദിച്ചു പറയാൻ എനിക്ക് അറിയത്തില്ല. കുഞ്ഞുനാള് പോലെ എന്റെ അമ്മ ഏറ്റവും വലിയ ഫ്രണ്ട്. ഒരു ഫ്രണ്ടും ഇല്ലേ നാട്ടില്? ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാരും എന്റെ ഫ്രണ്ട്സ്. കാരണം സ്കൂളിൽ ക്ലാസ്സിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്ന ഗ്രൂപ്പിൽ അപ്പൊ ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഞാൻ എല്ലാ ഗ്രൂപ്പിലും പോകും. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിലുള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ്. അപ്പൊ എനിക്ക് ഒരേ ക്ലാസ് അല്ലേ, നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഗ്രൂപ്പ് തിരിച്ച് അങ്ങോട്ട് വരവെക്കാം ഇങ്ങോട്ട് എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. ഞാൻ എല്ലാ ഗ്രൂപ്പിലും പോകും. ഒരു ദിവസം അവിടെ ഇരുന്ന് ചോറ് കഴിക്കാൻ, ഒരു ദിവസം ഇവരുടെ കൂടെ ഇരുന്ന് ചോറ് കഴിക്കും. ഗ്രൂപ്പില്ല, ഇല്ല, എല്ലാരും കൂട്ടുകാരാ.
ഗ്രൂപ്പില്ലാതിരിക്കുന്ന വലിയ കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഏറ്റവും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പാർട്ടി ഗ്രൂപ്പില്ലായിരിക്കണേ. ഓക്കെ, ഓപ്ഷൻ സി കേരള കലാമണ്ഡലം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപയുടെ ഉത്തരം ശരിയായിരിക്കുന്നു. 2 lakhs റെഡിയായോ? ഇപ്പൊ താങ്ങാൻ പറ്റുന്നുണ്ടോ ഇത്? ഇല്ല സർ, ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇത്തരം വരുന്നു. ഈ ക്വസ്റ്റ്യൻ വന്നപ്പം ശരിക്കും ഈശ്വര കൂടെയുണ്ട് തോന്നി. ആണോ? ഓക്കെ, ഇനിയിപ്പോ 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 lakhs. മോണിറ്റർ 1992 ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഹിന്ദി സീരിയലായ ബൈബിൾ കി കഹാനിയാം സംവിധാനം ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ എ ജോഷി, ഓപ്ഷൻ ബി സത്യനന്ദിക്കാട്, ഓപ്ഷൻ സി ജിജോ പുന്നൂസ്, ഓപ്ഷൻ ഡി ഡെന്നിസ് ജോസഫ്, ഓപ്ഷൻ ഇ ജോൺ അബ്രഹാം. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഒരു പിടിവള്ളി ബാക്കിയുണ്ട്, കുടുംബത്തിന്റെ പിടിവള്ളി ബാക്കിയുണ്ട്. വിജയിച്ചാൽ വില നിലവാരം ഇതാ, വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000 രൂപ. പോരല്ലോ? അത് പോരാ? അത് പോരാ. ആ വിളിക്കുന്ന ആൾക്ക് 20,000 കൊടുക്കല്ലേ? അപ്പൊ 20,000 പോരാ. പക്ഷെ പിന്മാറിയാൽ 1 ലക്ഷം രൂപ. അറിയാമെങ്കിൽ പറഞ്ഞോളുക, 3 ലക്ഷം രൂപ. അപ്പൊ ഒരു പിടിവള്ളി ഇവിടെയുണ്ട്. ജോഷി, സത്യനന്ദിക്കാട്, ജിജോ പുന്നൂസ്, ഡെന്നിസ് ജോസഫ്, ജോൺ അബ്രഹാം. ഓപ്ഷൻ ബി സത്യനന്ദിക്കാടാണെന്ന് സംശയം. ഉറപ്പില്ല സാർ, പിടിവള്ളി എടുക്കാം. തെറ്റിക്കരുത്. ഇല്ല, തെറ്റിച്ചാ ഞാൻ പൂട്ടും. വേണ്ട സാർ, അതെനിക്ക് ഉറപ്പില്ല. ആ, പിന്നെ തിരിച്ചു പോകുമ്പോ TV മാത്രമേ കാണുകയില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പിടിവള്ളി എടുക്കുന്നു. എടുക്കാം സാർ. ചോദ്യം ഒന്ന് വായിച്ചു കൊടുത്തേ, അവരൊന്ന് കേക്കട്ടെ. 1992 ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഹിന്ദി സീരിയലായ ബൈബിൾ കി കഹാനിയ സംവിധാനം ചെയ്ത മലയാളി ആരാണ്? അല്ല, പിടിയും കിട്ടുന്നുണ്ടോ? 10ാം ക്ലാസ് വരെ എന്ത് പറയുന്നു? അവർക്ക് കൺഫ്യൂഷനാ, മൊത്തം കൺഫ്യൂഷനാ. തെറ്റിക്കരുത്. കാര്യം അറിയാമോ? തെറ്റിയാൽ മറ്റേ പ്രശ്നം വരും, 20,000 രൂപയിലേക്ക് പോകും. പിന്നെ 2 ഉത്തരം അറിയാമെങ്കിൽ മണി ഷെയർ കളിക്കാം. 2 ഉത്തരം അറിയണം, 2 ഉത്തരം സംശയം വരണം. പൈസ കളയരുത്. ഓക്കെ, അപ്പൊ ആദിത്യ ചന്ദ്രകുമാർ, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് വളരെ നയതന്ത്രപരമായിട്ട് പിൻവാങ്ങുന്നു. അപ്പൊ എത്ര പൈസ ബാക്കി കിട്ടും? 1 ലക്ഷം. 1 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അതിന്റെ മേളിൽ ആ 1 ലക്ഷം രൂപ പറന്നു പോയിരിക്കാൻ വേണ്ടി ഒരു TV വെച്ച് തരും. അപ്പൊ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ ആ TV-യിലൂടെ താങ്കൾ കണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഒരു ഉത്തരം പറയും. തെറ്റാണ്. അത് പറഞ്ഞിരുന്നെങ്കിൽ പൈസ പോയി കിട്ടിയത്. ജിജോ പുന്നൂസ് ആണ്. നവോദയ അപ്പച്ചൻ സാറിന്റെ മകനായ ജിജു പുന്നൂസ് ആണ് ഈ സീരിയൽ സംവിധാനം ചെയ്ത്. ഇത് നവോദയയുടെ സീരിയലായിരുന്നു. ദേശീയ ദൂരദർശന്റെ നെറ്റ്വർക്കിൽ വന്ന സീരിയലായിരുന്നു ബൈബിൾ കി കഹാനിയ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ സിനിമ സംവിധാനം ചെയ്ത ഇദ്ദേഹമാണ്. അപ്പൊ 1 ലക്ഷം രൂപ. അപ്പൊ സന്തോഷം. താങ്കളുടെ കടകൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കും നിങ്ങളെ, കേട്ടോ. വളരെ സന്തോഷം. ഇന്ന് ജന്മദിന സന്തോഷമായിട്ട് നമ്മള് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആ TV. താങ്ക് യു സർ. ഓക്കെ, നന്ദിയൊന്നും വേണ്ട, പോയി നിങ്ങൾ TV കാണുക ആ സമയത്തിരുന്ന്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അമ്മ ആഘോഷിക്കൂല, നേരത്തെ എന്നോട് പറഞ്ഞ്. അങ്ങനെ ആഘോഷമൊന്നുമില്ല. കുഞ്ഞുനാള് മുതലേ അമ്മ സ്കൂളിൽ പറഞ്ഞു വിടുന്ന സമയത്ത് ഒരു പാക്കറ്റ് മുട്ടായി, ഒരു ഉടുപ്പ്, പുതിയ ഉടുപ്പ്. ആ സമയത്തൊക്കെ പുതിയ ഉടുപ്പിട്ട് സ്കൂളിൽ പോയി. ഇപ്പൊ പറ്റൂല, പുതിയ ഉടുപ്പ് പറ്റൂല ബർത്ത്ഡേക്ക്. അന്ന് പോവായിരുന്നു. അപ്പൊ അതൊക്കെ. പിന്നെ അങ്ങനെ കേക്ക് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇപ്രാവശ്യം അമ്മയ്ക്ക് 10,000 രൂപ മാസം കിട്ടിയ 2,000 മേടിച്ച അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ബർത്ത്ഡേ ആഘോഷമൊന്നും ഇല്ലാട്ടോ മോളെ. ഇത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. പക്ഷെ ഇത്ര വലിയ എന്റെ ഒരിക്കലും മറക്കില്ല. അപ്പൊ സന്തോഷം. അത് ഗിഫ്റ്റ് ആയിട്ടിരുന്നോണ്ട് ആദിത്യ, സാറിന്റെ ഒരു ഗിഫ്റ്റ്.
നമുക്കിനി താഴോട്ട് പോയാലോ? പോവാം സാർ. താഴെ ഇറങ്ങണ്ടേ നമുക്ക്? ആ വേണം. അപ്പൊ വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു, sir. താങ്ക് യു. കുട്ടിയേട്ടാ, ലെവൽ 1. ₹1,00,000 ചെക്ക് ഞാൻ ഒപ്പിട്ടു. ആദിത്യ ചന്ദ്രകുമാറേ, താങ്ക് യു വരൂ സാർ. ചന്ദ്രകുമാർ. ഓക്കെ, നീ CA ക്ക് പഠിക്കണ്ടേ? അതെ സാർ. അപ്പൊ എന്ത് ചെയ്യും? സാറ് അപ്പൊ ഞാനത് എക്സാം എഴുതാൻ പറ്റാണ്ട് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പോന്നതാണ്. ആ. അപ്പോഴേക്ക് സാർ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് തന്നെ പോരെ, എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, നമുക്ക് എന്തായാലും ആദിത്യനെ ഉറപ്പായിട്ടും പാസ്സാക്കി എടുക്കാന്ന് അമ്മയോട് പറഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് അപ്പൊ അങ്ങോട്ട് ഉറപ്പായിട്ടും പോവോ? ആ പോണം സാർ. എനിക്ക് ആ. അവിടെ CA ആവണം. CA ആവണം. ആ. അപ്പൊ അതൊക്കെ പറ്റും. ആ. ഈ സർട്ടിഫിക്കറ്റ് കൈ വെച്ചു, അതെ സാർ. എന്റെ കൂടെ വെച്ചോണം CA സർട്ടിഫിക്കറ്റ്. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് നേരെ പോയാലേ കുറുപ്പന്തറ ചെല്ലും. താങ്ക് യു. അപ്പൊ നിങ്ങൾക്കും പിന്നാലെ പോവാം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ അവിടെ ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ഇതേപോലെ ഒരുപാട് ക്ലേശിക്കുന്ന ആളുകൾ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ വന്നു പോകാറുണ്ട്. അവരെയൊക്കെ ഒരുപാട് പ്രേക്ഷകർ സഹായിക്കുന്നുമുണ്ട്. ആദിത്യ ചന്ദ്രകുമാറിനും ഇങ്ങനെ ചില ലോട്ടറികൾ അടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു മത്സരാർത്ഥിയുമായി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.